നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര നാരായണ മഹാദേവ ഭഗവാനെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഗുരുവായൂരപ്പനെ രൂപമായി കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പെരുന്തട്ട ക്ഷേത്രത്തിലെ ഈ പുണ്യവേദിയിൽ വീണ്ടും ഒരിക്കൽ കൂടി അഖിലഭാരത സത്രത്തിൻ്റെ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യം. ഇപ്പം തുടർച്ചയായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആദരണീയനായ ശ്രീ നാരായണസ്വാമി സാറ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ് എനിക്ക് തന്നത്. കഴിഞ്ഞ വർഷം കണ്ണൂർ വെച്ചിട്ട് രാജസൂയായിരുന്നു, ഇത്തവണ കുചേലോപാഖ്യാനാണ്. കുചേല കഥ എൻ്റെ സ്ഥിരം പ്രഭാഷണം കേൾക്കുന്നവർ ഞാൻ ധാരാളം പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ കഥ എല്ലാവർക്കും അറിയാം, കഥയുടെ അകത്ത് എന്ത് അറിയാമെന്നുള്ളതൊന്ന് അന്വേഷിച്ച് പോക്കാണ്. കുചേലൻ്റെ പത്നിയുടെ കാഴ്ചപ്പാടിൽ ഈ കഥ പറയലുണ്ടായിട്ടുണ്ട്. ശുദ്ധവേദാന്തത്തിൻ്റെ കണ്ണിൽ കൂടെ ഇത് നോക്കിക്കാണലുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ സാഖ്യത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിക്കാണലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പൂനയിലെ സപ്താഹത്തിൽ സാഖ്യത്തിൻ്റെ കണ്ണിൽ കൂടെയാണ് കൂടുതൽ നോക്കിക്കണ്ടത്. ഇതിൻ്റെ ഒരു മഹിമ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കാലാതിവർത്തിയായിട്ടുള്ള ഒരു കഥയാണ്. ഭാഗവതത്തിൽ ഇത് വരുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു പോയിന്റിലാണ്. യുദ്ധം കഴിഞ്ഞു, മഹാഭാരത യുദ്ധം കഴിഞ്ഞു എന്നൊരു സൂചന നമുക്ക് ഏകദേശം കിട്ടുന്നുള്ള ഒരു സ്ഥലത്താണ്. നമ്മുടെ ഇവിടെയുള്ള ഭാഗവതം ടെക്സ്റ്റുകളിൽ ഈ 80-ാമത്തെ 81-ാമത്തേക്ക് അധ്യായങ്ങൾ എത്തുമ്പോൾ അത് ഒരു പർട്ടിക്കുലർ ക്രമം അനുസരിച്ചാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഈ നോർത്തിലൊക്കെ ഭാഗവതത്തിൻ്റെ ചില ടെക്സ്റ്റുകളുണ്ട്, ഇവിടെ ഒന്നും അത്ര പ്രചാരമില്ലാത്തത്. നമ്മൾ കാണാത്ത അധ്യായങ്ങളും കേൾക്കാത്ത ശ്ലോകങ്ങളും ഒക്കെ കാണാനില്ല. നമുക്കിന്ന് ഭാഗവതം കിട്ടിയിട്ടുള്ളത്, ഞാൻ മുമ്പും പല പ്രഭാഷണങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ, വ്യാസമഹർഷി എഴുതിയത് ശുഗൻ ബ്രഹ്മനിഷ്ഠൻ അദ്ദേഹം പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത് അതിങ്ങനെ വാമൊഴിയായി പ്രചരിച്ച് വന്ന് അതിലേക്ക് കുറച്ച് കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ടായി വന്നു എന്നേ നമുക്കറിയുള്ളൂ. ജയദേവൻ, അഷ്ടപതി എഴുതിയ ജയദേവൻ, ഗീതാഗോവിന്ദം എഴുതിയ ജയദേവൻ്റെ ജ്യേഷ്ഠൻ ഗോപദേവൻ പുരി ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഭാഗവതം. അദ്ദേഹമാണ് അതിനെ എഡിറ്റ് ചെയ്ത് ശുദ്ധപാഠമാക്കിയെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഡിറ്റ് ചെയ്തിട്ടുള്ള പാഠങ്ങളിൽ തന്നെ അനവധി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുചേല കഥയിലും കഥയുടെ പ്ലേസ്മെൻറ്റിലും എവിടെയാണ് ഭാഗവതത്തിൽ വരുന്നത് എന്നുള്ളതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനാ ശരത്തിപ്പോൾ ഇതിൻ്റെ പ്ലേസ്മെൻറ്റിന് ഇത്ര പ്രാധാന്യം കൊടുക്കണമെന്ന് ചോദിച്ചാൽ, ഈ ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു കഥ കഴിഞ്ഞ് അടുത്ത കഥ കഴിഞ്ഞ് അടുത്ത കഥ കഴിഞ്ഞ് അങ്ങനെ വരുന്നതിൻ്റെ ക്രമം എന്ന് പറയുന്നത് ഒരു ദിവ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഒന്ന് കഴിഞ്ഞ് അടുത്ത തത്വം മനസ്സിലാവുള്ളൂ, അടുത്ത തത്വം മനസ്സിലാവും. ഇതിൽ ഇടയിൽ എവിടുന്നെങ്കിലും എന്തെങ്കിലും വലിച്ച ഈ ചീട്ടുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരം പോലെ ഇതൊക്കെ കൂടെ അങ്ങോട്ട് ഇടിഞ്ഞങ്ങോട്ട് വീഴും. അപ്പോൾ കുചേല കഥ വരണ്ട സ്ഥലത്താണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ കുചേലൻ ഭഗവാനെ കാണാൻ വരുന്ന കാലത്ത് ഭഗവാൻ എങ്ങനെയും ഒരു 80-85 വയസ്സിൻ്റെ മുകളിലുണ്ട്. 126 വർഷം ജീവിച്ച ഭഗവാൻ ഒരു 85 വയസ്സിൻ്റെ അടുത്തുണ്ട്. കുചേലനും 1 വയസ്സോ 2 വയസ്സോ മുതിർന്ന ആളാണ് ഭഗവാനെ കാട്ടിലും. അദ്ദേഹത്തിനും ഏകദേശം ആ പ്രായമുണ്ട്. എന്ന് വെച്ചിട്ട് കുചേലൻ എവിടെയും നമ്മൾ കഥകളിയിലോ നാടകത്തിലോ കാണുന്ന മാതിരി അവിടുന്ന് വിറച്ച് കാല് വടി കുത്തി വയ്യാണ്ടായി വീഴാൻ പോയ അവസ്ഥയിലൊന്നുമല്ല വന്നിരിക്കുന്നു. ഭഗവാൻ അവിലെടുത്ത് ഭക്ഷിച്ചതും കുചേലന് വേണ്ടിയിട്ടല്ല, കുചേലൻ്റെ പത്നിക്ക് വേണ്ടിയിട്ടത്. പണ്ട് ശബരിമലയ്ക്ക് മക്കളും ഭർത്താക്കന്മാരും ആങ്ങളമാരൊക്കെ പോകുമ്പോൾ കടാവിളക്ക് കത്തിച്ചിട്ട് ഏറ്റവും കൂടുതൽ അയ്യപ്പനെ വിളിച്ചുകൊണ്ടിരിക്കുക വീട്ടിലെ സ്ത്രീകളത്രേ. പോയാൽ തിരിച്ചു വരുമെന്നറിയില്ല. ഇന്നത്തെ മാതിരി ഫോണൊന്നും ഇല്ലല്ലോ. ഇവൻ നമുക്കറിയാലോ 2010 മുമ്പുള്ള അവസ്ഥ. ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞാൽ എവിടെയും വഴിയിൽ നിന്ന് ബൂത്തിൽ നിന്ന് വിളിച്ചാലായി. അങ്ങനെയായിരുന്നു. അതേപോലെ ഈ വീട്ടിലിരുന്ന് വിളിക്കുന്ന ആൾക്കുള്ള സമ്മാനമാണ്.
അവർക്ക് ദ്വാരക വരെ വന്ന് ഭഗവാനെ കാണാനുള്ള ഭാഗ്യമോ യോഗമൊന്നും ഉണ്ടായില്ല. പക്ഷെ അചഞ്ചലമായ വിശ്വാസം, ആ പൃഥുകം അവിലാണ് ഭഗവാൻ സ്വീകരിച്ചത്. കുചേലന് കൊടുക്കാൻ ഭഗവാന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്രഹ്മത്തെ സ്വാംശീകരിച്ച് വെച്ചിരിക്കുന്ന ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരാൾക്ക് ബ്രഹ്മം പിന്നെ എന്തെടുത്തു കൊടുക്കും? ഒന്നും കൊടുക്കാനില്ല. കുചേലൻ ബ്രഹ്മനിഷ്ഠനായിരുന്നു. ചില ടെക്സ്റ്റുകളിലൊക്കെ കുചേലൻ്റെ ശരിക്കുള്ള പേര് ശ്രീതാമൻ എന്നാണ്, സുദാമൻ പോലുമല്ല. നോർത്തിലെ ചില ടെക്സ്റ്റുകളിലൊക്കെ ശ്രീതാമൻ എന്ന് കാണാം. ശ്രീതാമൻ എന്നുള്ള പേരിൽ ഭഗവാന് വേറെ സതീർത്ഥ്യനുണ്ട്, സതീർത്ഥ്യനല്ല, ഗോകുലത്തിലുണ്ട്. പക്ഷെ എന്നാലും ഈ ശ്രീതാമൻ എന്നുള്ള പേരും ചില ടെക്സ്റ്റുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സുദാമൻ, എത്ര മനോഹരമായിട്ടുള്ള പേരാന്ന് നോക്കൂ അദ്ദേഹത്തിന്. ദമനം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവൻ, നന്നായിട്ട് നിയന്ത്രിച്ചവൻ സുദാമൻ. അത്ര നല്ലൊരു പേരുണ്ടായിട്ട് അങ്ങോരെ കുചേലെന്ന് വിളിക്കുന്നത്. കീറി പറഞ്ഞ ഡ്രസ്സ് ഇട്ട് നടക്കണമെന്ന്. നമ്മുടെ നാട്ടിലൊരു സ്വഭാവം ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. ഈ ദരിദ്രനെയും അവഹേളിക്കും, സമ്പന്നനെയും അവഹേളിക്കും. ദരിദ്രനെ പുച്ഛിക്കും, സമ്പന്നനെ പരിഹസിക്കും. ഇത് പ്രത്യേകിച്ച് നമ്മൾക്ക് ഭാരതീയതയിൽ കേരളത്തിൽ വളരെ കൂടുതലായിട്ടുള്ളൊരു വളരെ വിശേഷമായിട്ടുള്ളൊരു സ്വഭാവമാണ്. നമ്മളെല്ലാറ്റിലും മിടുക്കന്മാരാണല്ലോ. നമ്മളെപ്പോലെ മിടുക്കന്മാരായിട്ട് ആരും ഈ നാട്ടിലല്ല, ഈ പ്രപഞ്ചത്തിലേ ഇല്ല. കീറിപ്പറഞ്ഞ് ചേല എടുത്തുകൊണ്ട് കുചേലനെ കുചേലെന്ന് വിളിച്ചു. കാശുണ്ടെങ്കിലും കാണാൻ കൊള്ളാത്തതുകൊണ്ട് കുബേരനെ കുബേരനെന്നും വിളിച്ചു. ബേരം വെച്ചാൽ ശരീരം, കൊള്ളാത്ത ശരീരം. അദ്ദേഹത്തിന് വൈശ്രവണൻ നല്ലൊരു പേരുണ്ട് അദ്ദേഹത്തിന്, അത് വിളിക്കില്ല. വൈശ്രവണനെ പൂജിക്കാം എന്നാരും പറയില്ല. കുബേരൻ്റെ ക്ഷേത്രം, വൈശ്രവണ ക്ഷേത്രം എന്ന് വിളിച്ചാൽ ആൾ പോവില്ല, കുബേരൻ എന്ന് വെച്ചാലേ ആൾ പോവുള്ളൂ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വൈശ്രവണൻ എന്നാണ്. അതേമാതിരി കുചേലൻ്റെ യഥാർത്ഥ പേര് സുദാമ എന്നാണ്. വ്യാസമഹർഷി, ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ ഭാഗവത പ്രഭാഷണങ്ങളിലായിട്ട് ആവർത്തിക്കുന്നൊരു വിഷയമാണ്. ഇതൊന്നും ഒരു കഥയായിട്ട് ഇങ്ങനെ കേട്ട് ഇങ്ങനെ വിടേണ്ട കാര്യങ്ങളല്ല. അദ്ദേഹം സമാധിയുടെ ഭാഷയിൽ എഴുതിയിട്ടുള്ളത് അത്. നമ്മളൊരു സ്വപ്നം കണ്ടാൽ രാത്രി, പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു, എന്താണാവോ അർത്ഥം? അങ്ങനെയല്ലേ ആലോചിക്കുക? അതല്ലാണ്ട് ആലോചിക്കുക. പിന്നെ ചിലതൊക്കെ ഉണ്ട്, ആന ചവിട്ടാൻ വരണത്, പാമ്പ് കൊത്താൻ വരണത്, ഇതൊക്കെ കണ്ടാലാ പേടിക്കുക. അപ്പോൾ ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. സ്വപ്നത്തിന് പോലും നമ്മൾ അർത്ഥം കണ്ടെത്തണം. അപ്പോൾ അതിലും ഉയർന്ന ഒരവസ്ഥയിലാണ് സമാധി എന്ന് പറഞ്ഞത്. അതിൽ സ്വപ്നത്തിൽ കണ്ട പോലെ അദ്ദേഹം തൻ്റെ മൈൻഡ് സ്ക്രീനിൽ മനസ്സ് നിശ്ചലമായി ഇല്ലാതാവുമ്പോഴാണ് സമാധി സംഭവിക്കുന്നത്. ആ അവസ്ഥയിൽ അദ്ദേഹം കണ്ട കാര്യങ്ങളാണ് ഭാഗവതത്തിൽ എഴുതിയത്, ഭാരതത്തിലല്ല, മഹാഭാഗവതത്തിൽ. ഇതുപോലെ എഴുതപ്പെട്ട മറ്റൊരു കൃതി രാമായണ. വാൽമീകിക്ക് സമാധിയിലാണ്. നോക്കൂ, ഇതിന് രണ്ടിനും കാരണക്കാരനാവണത് നാരദനാണ്. രണ്ടുപേരെടുത്തും പോയിട്ട് ഇതെഴുത് എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നത് നാരദനാണ്. നാരദൻ നമ്മൾ കരുതുന്നത് പോലെ ഒരു വീണയും പിടിച്ച് കലഹമുണ്ടാക്കാൻ നാമം ജപിച്ച് നടക്കുന്ന ആളല്ല. അദ്ദേഹം സാക്ഷിയാണ്, സർവ്വസാക്ഷി. നമ്മുടെ ഉള്ളിലുള്ള സാക്ഷിയാണ് നാരദൻ. നമ്മൾ ഉപാസനയിൽ ഉയരുമ്പോൾ ആദ്യം നമ്മളിലുള്ളിൽ നാരദനെ ഉണരുക. നമ്മളാ മാർഗത്തിൽ പുറപ്പെടുമ്പോൾ ധ്രുവനെ പോലെ വീട്ടിൽ നിന്നിറങ്ങി ഭഗവാനെ കിട്ടണം എന്ന് പറഞ്ഞ് ഉറച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ സാക്ഷി അങ്ങോട്ട് ഉണരും. ആ സാക്ഷിയാണ് ആദ്യം പറയും, വേണോ, കുറേ കഷ്ടമാണ്, പൂജിക്കാനൊക്കെ കഷ്ടമാണ്, അങ്ങനെ വിളിച്ചാലൊന്നും അത്ര പെട്ടെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പറയണം ധ്രുവനെ പോലെ അല്ല, ഞങ്ങൾ പോവും, ഞങ്ങൾ കാണും, കണ്ടിരിക്കും എന്ന് പറയുന്ന സമയത്ത് സാക്ഷി നമുക്ക് വേണ്ട ഉപദേശത്തെ തരും. അത് ഉള്ളിൽ തന്നെ തോന്നും, അവനവൻ തന്നെ അവനവൻ്റെ ഗുരുവായിട്ട് മാറും. ഗീതയിലിപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ 6ാമത്തെ അധ്യായം കഴിഞ്ഞിട്ട് അവിടെ വരണത്. 10:30 തൊട്ട് 12 വരെ അവിടെ ധ്യാനയോഗമായിരുന്നു. അതിലുള്ള ശ്ലോകമാണ് ഉദ്ധരേത് ആത്മനാത്മാനം. അവനവൻ്റെ ആത്മാവിനെ അവനവൻ്റെ ആത്മാവ് കൊണ്ട് പൊക്കുക എന്ന് പറയും. ഇത് സാധിച്ചാൽ അവൻ ആദ്യം അവന് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലൊന്നും അവന് ഫലേച്ഛ ഉണ്ടാവില്ല. ഒന്നും പിന്നെ അവന് ഇന്ന പോലെ വേണമെന്നോ ഒന്നും തോന്നില്ല. എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഈശ്വരനെന്ന് പറഞ്ഞിട്ട് സമർപ്പിക്കാനുള്ള ഒരു കഴിവ് വരും. അപ്പോൾ നമ്മൾ അവനെ എന്ത് വിളിക്കും? സന്യാസി എന്ന് വിളിക്കും. സന്യാസി ആവാൻ കാഷായം ധരിക്കണ്ട എന്നാണ് ഗുരുവായൂരപ്പൻ്റെ മതം.
ഗുരുവായൂരപ്പൻ ഗീതയിൽ പറയണത് സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മഫലത്തിലുള്ള ആഗ്രഹത്തെ കളഞ്ഞാൽ മതി എന്നാണ്. അത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അത് സ്നേഹം കൊണ്ട് കൊടുക്കണം. നമ്മളൊരാൾ സ്നേഹത്തോടെ ചോദിച്ചാൽ എന്തും എടുത്ത് ഞാൻ കൊടുക്കും എന്ന് പറയും, അല്ലേ? അങ്ങനെ കൊടുക്കൊന്നുമില്ല, എന്നാലും പറയും. അങ്ങനെ ഭഗവാന് വേണ്ടിയിട്ട് എന്തും ചെയ്യുക, സർവം ഭഗവാന് സമർപ്പിച്ച് രാവിലെ എഴുന്നേറ്റ് രാത്രി കിടന്നുറങ്ങുന്ന വരെയുള്ള ജീവിതത്തിനെ ചിട്ടപ്പെടുത്തിയാൽ ആ സ്നേഹം കൊണ്ടുള്ള സമർപ്പണം ചെയ്യണവനെ യോഗി എന്ന് പറയും. അപ്പോൾ സന്യാസിയും യോഗിയും ഒന്നായിട്ട് മാറും. ധ്യാനയോഗം പറഞ്ഞിട്ട് അതിലേക്ക് കയറുകയാണ്. എന്തിനാ ഗുരുവായൂരപ്പൻ ഇത് രണ്ടും എനിക്ക് ഒരു ദിവസം തന്നതെന്ന് ഇപ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴാണ് മനസ്സിലാവണം. ധ്യാനയോഗത്തിൽ പറയുന്ന കാര്യം സന്യാസി എങ്ങനെ യോഗിയാവും, ആ യോഗി എങ്ങനെ യോഗാരൂഢനാവും, അതിലുറച്ച അവസ്ഥയിലെത്തുന്നു. നിത്യേന നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലെ ഫലത്തെ നമ്മൾ ത്യജിച്ച് അതിൻ്റെ അങ്ങനെ ഇങ്ങനെ ആവണം ഒരു കാര്യം എന്നുള്ളതിൻ്റെ ആഗ്രഹത്തെ പോലും വേണ്ടാന്ന് വയ്ക്കാതെ പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഭഗവാനെ, ഞാൻ എന്താ ഒരു വീട് പണിയാൻ പോണു, ഇത് നിൻ്റെ വീടാണ്. ഞാനൊരു കാറ് വാങ്ങാൻ പോണു, നിൻ്റെ കാറാണ്. ഞാൻ പരീക്ഷ എഴുതാൻ പോണു, നീയാണ് പരീക്ഷ എഴുതണം, നിനക്കാണ് മാർക്ക് കിട്ടേണ്ടത്. ഈ വിധത്തിൽ അതിൽ ബാലിശമായിട്ട് തോന്നാം, ഗൗരവമായിട്ട് തോന്നാം, അതൊന്നും വിഷയമല്ല. സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. സമർപ്പിക്കുക എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് ശുദ്ധി വരും. ചെയ്യണ ക്രിയകളിൽ സ്വാർത്ഥത ഇല്ലാതായി ഈശ്വരോന്മുഖമായ അതിന് ശുദ്ധി വരും. ശുദ്ധി വന്നാലുള്ള ഗുണം എന്താ? ഭക്തി വർദ്ധിക്കും, ഭഗവാനോട് അടുപ്പം തോന്നും. നമ്മൾ ഒരാൾക്ക് വേണ്ടി തന്നെ ജീവിക്കുകയാണ് തോന്നാൻ തുടങ്ങി, ആ ആളുടെ എന്നുള്ള സ്നേഹം അനുഭവിക്കാൻ തുടങ്ങി, നമുക്ക് ആ പിന്നെയും സ്നേഹം വർദ്ധിച്ച് വരുന്നത് മനുഷ്യർക്കേ അനുഭവമാണ്. അപ്പോൾ പിന്നെ ഈശ്വരനോട് ഇത് ചെയ്താലോ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ തിരിച്ചൊരു പരാതി പറയാത്ത, നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കണം, ഒരു കുറ്റവും പറയാത്ത, ചായയിൽ മധുരട്ട് കൊടുത്താലും ശരി, ഇല്ലെങ്കിൽ കൊടുത്താലും ശരി, തണുത്ത ഭക്ഷണം കൊടുത്താലും ശരി, എന്ത് കൊടുത്താലും കഴിച്ചോളും. എന്തു കൊടുത്താലും അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതാണ് ഭഗവാന്റെ രീതി, അല്ലേ? അങ്ങനെ വന്ന് നമ്മൾക്ക് ആ സ്നേഹം വർദ്ധിച്ചു വരുമെന്ന് വെച്ചാൽ നമുക്ക് ഭഗവാൻ എന്നല്ലാണ്ട് ഒരു നിമിഷം പോലും വിടാത്ത ഒരു ചിന്ത സംഭവിക്കും. ആ ചിന്ത സംഭവിച്ചാൽ അവൻ യോഗാരൂഢനായി. ഇതിനെ നമ്മൾ ടെക്നിക്കൽ ഭാഷകളിൽ പറയുമ്പോൾ ഭയങ്കര പേര് പറയണമെന്ന് മാത്രം. അത് നമ്മൾ ഗൃഹസ്ഥർക്കും പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് സന്യാസിക്കുക, വീട് വിട്ട് ഓടിപ്പോകും, ഒന്നിൻ്റെ ആവശ്യമില്ല. ഇപ്പം എങ്ങനെ ജീവിതമുണ്ട് ആ ജീവിതത്തിനെ തന്നെ ഈശ്വരനിലേക്ക് തിരിച്ചു വിടുക എന്നുള്ളതാണ്. അങ്ങനെ യോഗാരൂഢനാകുന്ന വ്യക്തി പിന്നെ അയാൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? ശ്രദ്ധയാണ്. ഒരു കാര്യം ചെയ്താൽ ആ കാര്യത്തിനെ പരീക്ഷിച്ചറിഞ്ഞ് അത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിൽ വരുന്ന ഉറപ്പാണ്. അത് മറ്റാർക്കും പറഞ്ഞു കൊടുക്കാനുള്ള ധൈര്യമാണ് ശരിയായിട്ട് ശ്രദ്ധ. അതുകൊണ്ട് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറഞ്ഞത്. വിജ്ഞാനം എന്നല്ല പറഞ്ഞത്, ജ്ഞാനം കിട്ടുന്ന പറഞ്ഞത്. ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനം. രാമലക്ഷ്മണന്മാരുടെയും സീതയുടെയും ഹനുമാൻ്റെയൊക്കെ ചിത്രം എടുത്താൽ രാമൻ പരബ്രഹ്മെങ്കിൽ, സീത ഭക്തിയും സ്നേഹമാണെങ്കിൽ, ലക്ഷ്മണൻ ശ്രദ്ധയാണ്, ഹനുമാൻ മനസ്സാണ്. ശ്രദ്ധയും ഭക്തിയും അപ്പുറവും ഇപ്പുറവും ബ്രഹ്മത്തിൻ്റെ അപ്പുറം ഇപ്പുറം നിന്നാൽ മാത്രമേ നമ്മുടെ ഈ കുരങ്ങ് പോലുള്ള മനസ്സ് അടങ്ങി അവിടെ കാൽക്കൽ തൊഴുതുകൊണ്ടിരിക്കുള്ളൂ. ഈ ചിത്രം പല സ്ഥലത്ത് ഞാൻ പറയാറുണ്ട്. ഞാൻ എന്തിനെന്നൊക്കെ പറഞ്ഞു തരണമെന്ന് പറയാം. അങ്ങനെ യോഗാരൂഢനായിട്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളുടെ കഥ ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞേ പറ്റൂ. അങ്ങനെ ഒരാൾ ഉണ്ട്. നമ്മൾ കാശിയിലെ മിഥിലയിലെ ഒരു ബ്രാഹ്മണനെയും ഒരു രാജാവിനെയും ഭഗവാൻ കാണാൻ പോയത് ഭാഗവതത്തിൽ വരും. അവസാന കാലത്ത് ഭഗവാന്റെ 2 ഗൃഹസന്ദർശനങ്ങൾ അതാണ്. വേദങ്ങളിൽ നിഷ്ണാതനായിട്ടുള്ളൊരു ബ്രാഹ്മണനെയും ആ രാജ്യത്തെ രാജാവിനെയും, ഈ ബഹുളാശനോ അങ്ങനെ എന്തോണല്ലോ പേര്, എനിക്ക് മറന്നു, ശ്രുതകീർത്തിയും അല്ലേ, ശ്രുതദേവൻ്റെ അടുത്ത് പോവും. ആ പേര് തന്നെയുണ്ട്. വേദത്തിൻ്റെ പ്രകാശം കൊണ്ട് ജ്വലിച്ചവെന്ന വാക്കിനർത്ഥം, അല്ലേ, ശ്രുതദേവൻ എന്ന് പറഞ്ഞു. ഭഗവാൻ ആരുടെയും വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്ന് സന്ദർശിക്കണം നമുക്ക് കാണാൻ പറ്റില്ല, അപൂർവമായിട്ടാണ്. പാണ്ഡവന്മാരോടൊപ്പം അത് വേറെ വിഷയം. പക്ഷെ തൻ്റെ ഭക്തൻ്റെ വീട്ടിലേക്ക് അന്വേഷിച്ച് ചെല്ലുക, ഒരു പരിവാരങ്ങളോട് കൂടിയിട്ട്, തൻ്റെ ശരീരം വിടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള ഭഗവാന്റെ യാത്രകൾ അതൊക്കെയാണ്. ഐതിഹ്യങ്ങൾ എടുത്താൽ ഭാഗവതത്തിലല്ലാത്ത ഭഗവാന്റെ ഏറ്റവും അവസാനത്തെ യാത്ര പുണ്ഡലീകൻ എന്ന് പറഞ്ഞ അച്ഛനെയും അമ്മയും നന്നായി നോക്കണ ഒരാളെ കാണാൻ പോയത്. അവിടെ പോയിട്ട് അങ്ങോട്ട് നിന്നതാണ് പാണ്ഡുരംഗൻ. അവസാനത്തെ യാത്രയാണ്. രുക്മിണിയോട് പറയണം, നമ്മുടെ രാജ്യത്ത് അച്ഛനെയും അമ്മയും നന്നായി നോക്കണ ഒരുത്തനുണ്ട് അത്രേ, എനിക്കോ സാധിച്ചില്ല, അവനെ ഒന്ന് പോയിട്ട് ഞാൻ കാണട്ടെ
അങ്ങനെ ഭാഗ്യം ഉണ്ടാവട്ടെ എനിക്കെന്ന് പറഞ്ഞിട്ട് കാണാൻ പോകണം. അവിടെ ചെന്നപ്പോൾ അവൻ അച്ഛനെയും അമ്മയും കുളിപ്പിക്കുകയാണ്. അവൻ ആരാ പുറത്തു വന്നെന്ന് അവർ അറിയില്ല. ആരോ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. അവൻ വീട്ടിലിരിക്കാൻ സ്ഥലമൊന്നുമില്ല. അവൻ കസേരയ്ക്ക് പകരം ഒരു ഇഷ്ടിക എടുത്തിട്ട് പുറത്തേക്ക് ഇട്ട് കൊടുത്തത്. അത് കയറി ഇരുന്നോന്ന് പറഞ്ഞു. ഭഗവാൻ ഇരിക്കുന്നതിന് വരെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ശംഖും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് പാണ്ഡുരംഗൻ. സന്ദർഭവശാൽ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ യോഗാരൂഢനായിട്ടുള്ള ഒരാളുടെ കഥ അവിടെ പറഞ്ഞേ പറ്റൂ. യോഗാരൂഢനായിട്ടുള്ള ഒരാൾക്ക് ഭക്തയായിട്ടുള്ളൊരു ഭാര്യ, രണ്ടുപേരെയും എങ്ങനെ അനുഗ്രഹിക്കും? യോഗാരൂഢനൊന്നും കൊടുക്കാനില്ല, ബ്രഹ്മനിഷ്ഠനാണ്, തന്നെ കൊടുത്തു കഴിഞ്ഞു. കുചേലൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് കുബേരനെക്കാട്ടിലും സമ്പന്നനാണ്. എന്തുകൊണ്ടാണ് സമ്പന്നൻ? ഭഗവാൻ സ്വത്തായിട്ടുണ്ട് അദ്ദേഹത്തിന് എത്രയോ ചെറുപ്പം തൊട്ടിട്ട്. ഇപ്പം നമ്മൾ പല പ്രക്ഷിപ്ത കഥകളൊക്കെ കേൾക്കും. എന്താ കഥകൾ കേൾക്കാറ്? കുചേലൻ ഭക്ഷണം കൊണ്ടുവന്നത് കൊടുക്കാണ്ട് കുറച്ചധികം തിന്നു, ഭഗവാന് കൊടുത്തില്ല എന്നൊക്കെ പറയും. ബ്രഹ്മനിഷ്ഠനാകാൻ ആഗ്രഹിക്കുന്നവൻ തനിക്ക് എന്ന് പറഞ്ഞ് ഭക്ഷിക്കരുത്, അത് ബ്രഹ്മാർപ്പണമായിട്ട് കഴിച്ചോളണം എന്നാണ് ആ കഥയുടെ അർത്ഥം. അല്ലാണ്ട് ഭഗവാൻ കൊടുക്കാത്തതുകൊണ്ട് ഭഗവാൻ കെറിവിച്ചിട്ട് കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടാകും ഞാൻ നിനക്ക്, നീ കുറച്ച് നേരം കഷ്ടപ്പെടും, കുറച്ച് രണ്ടും കടലമണി കൊടുക്കാത്തതിന് 50 കൊല്ലം മൂപ്പര് ദാരിദ്ര്യം അനുഭവിച്ചു എന്നൊക്കെയാണ് ഇവിടെ ചില കഥകളൊക്കെ പറഞ്ഞു കേൾക്കാറ്. അത് നമ്മൾ മനുഷ്യൻ്റെ ദുഷിച്ച കണ്ണു കൂടെ കഥകളെ ഓടിക്കുമ്പോൾ നമുക്കിങ്ങനെയാണ് പകരം കൊടുക്കുക, പകരം വീട്ടുക, ഇത് ചെയ്തതിന് ഈ ഫലം കിട്ടിയെന്ന് പറയുക. ഈശ്വരനെന്ത്, ദുഷ്ടനെന്ത്, ശിഷ്ടനെന്ത്? ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഒരു നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ നദിയുടെ അടുത്ത് ചെന്നിട്ട് ഒരു നല്ലവനും ഒരു പരമദുഷ്ടനും ചെല്ലുക. അവിടെ ചെന്നിട്ട് രണ്ടുപേരും വെള്ളം കുടിക്കാൻ പോകുമ്പോൾ നദി ദുഷ്ടൻ്റെ അടുത്ത് സ്റ്റോപ്പ് സ്റ്റോപ്പ്, നീ ദുഷ്ടനാണ്, നീ എൻ്റെ നിന്ന് വെള്ളം കുടിക്കരുതെന്ന് നദി പറയുമോ? നദി പറയില്ല. നല്ലവൻ മാത്രം വെള്ളം കുടിച്ചാൽ മതി എന്ന് പറയുമോ? അതും പറയില്ല. മനുഷ്യൻ പറയും, ഭഗവാൻ പറയില്ല. ഗുരുവായൂരപ്പൻ അങ്ങനെ പറയില്ല. അതുകൊണ്ട് ഭഗവാന്റെ ചുറ്റും നല്ലതും തീയതെന്ന് നമ്മൾ കരുതുന്ന പലതും ഉണ്ടാവും. അതിലൊന്നും ശ്രദ്ധിക്കാണ്ട ഭഗവാനെ നേടുക എന്നുള്ളത് മാത്രമാണ് ജീവിത ലക്ഷ്യം. കുട്ടിയായിരുന്ന കാലത്ത് നമ്മൾ പലപ്പോഴും സ്വാർത്ഥത കൊണ്ട് കൊടുക്കാതെ കഴിച്ചിട്ടുണ്ടാവാം. നോക്കൂ, ഈ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്നുണ്ട്. എല്ലാ കാട്ടിലും വിറക് പെറുക്കാൻ നമ്മുടെ ഒപ്പം വരുന്നുണ്ട്, നമ്മുടെ കൂടെ കാറ് കയറുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കാത്തതാണ് കുഴപ്പം. കുചേലൻ വെറും 2 മണി കടലേ കൊടുക്കാത്തുള്ളൂ. നമ്മൾ എന്തൊക്കെ കൊടുത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രമാത്രം അനുഭവിക്കാൻ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ, എത്ര ചെറുതായിരിക്കുമ്പോഴോ കൊടുക്കാൻ പഠിക്കുക. ഈശ്വരന് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. എന്ത് കിട്ടിയാലും അത് ഭഗവാന് കൊടുക്കാൻ പഠിപ്പിക്കുക. ഭഗവാന്റെ ഒരു രൂപത്തിലെന്നല്ല, ഇന്ന രൂപത്തിനെന്നൊന്നും നിർബന്ധമില്ല. എങ്ങനെയാണെങ്കിലും സമർപ്പിക്കാൻ പഠിപ്പിക്കുക. സമർപ്പിക്കാൻ പഠിപ്പിച്ചാൽ ഭക്തി വർദ്ധിക്കും. വാസ്തവത്തിൽ ഭക്തിയാണ് ഏറ്റവും വലിയ മാർഗം എന്ന് ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അത് വെറുതെ നാമം ജപിക്കുക, ഭജന പാടുക, തുള്ളിച്ചാടുക, എന്നിട്ട് മറ്റുള്ള ദേവതകളെ ചീത്ത വിളിക്കുക, അതൊന്നുമല്ല. സമർപ്പണത്തോടെയുള്ള സ്നേഹിക്കലാണ് ഭക്തി. സമർപ്പിക്കുക. അതുകൊണ്ടാണ് നവതാഭക്തിയിലെ ഏറ്റവും ഉയർന്ന ഭക്തി സമർപ്പണമാണ്, സർവ്വസമർപ്പണമാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം എന്ന് പറഞ്ഞാൽ ആത്മനിവേദനം ചെയ്തത് ബലിയാണ്, മഹാബലി. ഞാൻ ഇപ്പോൾ കൂടെ അവിടെ പറഞ്ഞിട്ട് വരിക. ബലിയുടെ മുകളിലൊരു ഭക്തനില്ല, കാരണം അവനവനെ തന്നെ സമർപ്പിച്ചു. ഇങ്ങനെ സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരാൾ, അങ്ങനെ സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് ഒന്നുമില്ലെങ്കിൽ അവധൂത സ്വഭാവമായിരിക്കും. ഒരു ശരീരത്തിനെ നോക്കുപോലുമില്ല, കുളിക്കണം എന്നില്ല. ഋഷഭചരിത്രമൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ലേ, ഭഗവാൻ ഒരു അവധൂതൻ എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തരികയാണ്. ഋഷഭൻ്റെ ജീവചരിത്രം പറയുമ്പോൾ അവസാനം ആ കൊടകിലെ മുളങ്കാട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ട് ആ കാട്ടുതീയിൽ ആ ശരീരം അങ്ങോട്ട് എരിച്ച് കളയണത് വരെ അധികം ചർച്ച ചെയ്യാത്തതാണ് ഋഷഭൻ്റെ ചരിത്രം. നമ്മളങ്ങോട്ട് പറഞ്ഞു പോവും. പക്ഷെ ഋഷഭൻ്റെ ചരിത്രം അങ്ങനെ പറഞ്ഞു പോകേണ്ടൊരു കഥയല്ല. ഒരവധൂതൻ എങ്ങനെയായിരിക്കണം, അവധൂതചര്യ, അത്യാശ്രമം, സകല ആശ്രമങ്ങളെ അതിക്രമിച്ചിട്ടുള്ളത് എങ്ങനെയായിരിക്കണം എന്ന് ഗുരുവായൂരപ്പൻ കാണിച്ചു തന്നത് ഋഷഭാവതാരത്തിലാണ്. അത് കഴിഞ്ഞ് അനവധി ബ്രഹ്മനിഷ്ഠരുടെ കഥകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. കുചേലനെ മാത്രം ബ്രഹ്മനിഷ്ഠനാണെന്ന് തെളിച്ച് പറയാണ്ട് അങ്ങോട്ട് പറഞ്ഞു പോയിരിക്കുകയാണ് വ്യാസമഹർഷി. വാസ്തവത്തിൽ കുചേലനാണ് ഭാഗവതത്തിൽ വരുന്ന എല്ലാ ബ്രഹ്മനിഷ്ഠരുടെയും സൂര്യസ്പർദ്ധി കിരീടം. സൂര്യസ്പർദ്ധി കിരീടമാണല്ലോ ഭഗവാന്റെ മുകുടം.
ആ സൂര്യനുമായിട്ട് കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കിരീടം എന്ന് പറയണ്ടെങ്കിൽ അതിൻ്റെ തേജസ് എന്തായിരിക്കും? അതുപോലെ ബ്രഹ്മനിഷ്ഠാന്മാരായിട്ടുള്ള ആൾക്കാർക്ക് കിരീടമായിട്ട് ചക്രവർത്തിയായിട്ടിരിക്കുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ ഭാഗവതത്തിൽ ശരിക്കും അതിൻ്റെ ക്ലൈമാക്റ്റിക് ഫേസിൽ കുചേലനാണ്. ആ കുചേലനെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അദ്ദേഹം വളരെ ചെറുപ്പം തൊട്ടിട്ട് തന്നെ സ്വസ്വരൂപാനുസന്ധാനമാണ് ഭക്തി എന്ന് ശീലിച്ചു വന്നിട്ടുള്ള ഒരാളായിരുന്നു. അതായത് നമ്മൾ മോക്ഷസാധന സാമഗ്രിയാണ് ഭക്തി എന്ന് പറയും, പക്ഷേ അതിനു മുൻപ് ആചാര്യം പറഞ്ഞതിനെ മനഃപൂർവ്വം പറയാണ്ട് വിടും. മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി ഒക്കെ ശരിയാണ്. ഭക്തിരേവ ഗരീയസി എന്ന് പറഞ്ഞിട്ട് പുസ്തകങ്ങളൊക്കെ തന്നെയുണ്ട്. പണ്ടൊക്കെ ഗുരുവായൂർ ശാന്താപുഷ്ടകളൊക്കെ വന്നാൽ കാണും ഭക്തിരേവ ഗരീയസി. ആ പേരിൽ എല്ലാ അനവധി ലേഖനങ്ങളുടെ തലക്കെട്ടുകൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ മുമ്പൊരു സംഭവം കിടപ്പുണ്ട്. മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവ ഗരീയസിക്കും പറഞ്ഞ് സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യവിധിയതയെന്ന്. അവനവൻ്റെ സ്വരൂപത്തിനെ ധ്യാനിക്കുന്നതാണ് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതാണ് ഭക്തി. ഗീത മുഴുവൻ ഭഗവാൻ ഇതാ പറയണത്. ഗീത മുഴുവൻ. ഇന്ന് ഗീത അല്ലാത്തതാണ് യഥാർത്ഥ ഗീത എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ദുഷിച്ച കാല. നാരദൻ എന്താണോ ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, നദീതീരങ്ങളിലും ആശ്രമപാഠങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും സന്യാസവേഷങ്ങളിലും ആചാര്യന്മാരുടെ വേഷങ്ങളിലും പാഖണ്ഡന്മാരിരുന്ന് സാധുക്കളായിട്ടുള്ള സാധാരണക്കാരെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കും എന്ന് നാരദ മഹർഷി അന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഭഗവാനെ തന്നെ കലർപ്പുണ്ടാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. മഞ്ഞപ്പിത്തം പിടിച്ചവൻ കാണുന്നതൊക്കെ മഞ്ഞയാവെന്ന് പറഞ്ഞതുപോലെയുള്ള കാഴ്ചപ്പാടുകളിൽ കൂടെയാണ് ധർമ്മത്തിനെ അവതരിപ്പിക്കുന്നത്. അവിടെയാണ് കുചേലനെ പോലുള്ളവരുടെ കഥകളുടെ പ്രസക്തി. കുചേലനും ഭഗവാനും വേദം പഠിച്ച ഒരു ഗുരുവേ ഉള്ളൂ, സാന്ദീപനി മാത്രം. അവർ വേദവും ഉപനിഷത്തും അവിടെ പഠിച്ചത് പ്രധാനമായിട്ടും. വേറെ എന്തെങ്കിലും പഠിച്ചതായിട്ടോ ദീക്ഷാഗുരു ഉള്ളതായിട്ടോ പറയുന്നില്ല. ഭഗവാനും പറയുന്നില്ല, കുചേലനും പറയുന്നില്ല. എന്നാൽ നോർത്തിൽ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സമ്പ്രദായങ്ങളിൽ ഭഗവാന് വേറെയും ഗുരുനാഥനുണ്ട്. ആ ആളുടെ പേര് ദുർവാസാവ് എന്നാണ്. വേദം സാന്ദീപനി എന്നും തന്ത്രം ദുർവാസാവ് എന്നും പഠിച്ചു എന്നാണ്. കൃഷ്ണ അസാധ്യ താന്ത്രികനായിരുന്നു. ആ രാസക്രിയയുടെ വരെയുള്ള ഒന്നും വേണ്ട, വൃന്ദാവനം അവസാനിക്കുന്ന അക്രൂരം വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് മുഴുവൻ, അതുവരെയുള്ള മുഴുവൻ ലീലയും താന്ത്രിക. കംസനെ കൊല്ലുന്ന അവിടെ തൊട്ടിട്ട് പിന്നെ ജീവിതാവസാനം വരെയുള്ള ലീലകളൊക്കെ വൈദികമാണ്. കൃത്യമായിട്ടുള്ള ഡിവിഷൻ കാണാം. അത് തന്നെ ഒരു പ്രഭാഷണ വിഷയമാണ്. സാന്ദീപനിയുടെ ആശ്രമത്തിൽ പഠിച്ച് എന്തൊരു വേദാന്ത വിദ്യയുണ്ടോ, വേദത്തിൻ്റെ മാർഗമുണ്ടോ, ആ മാർഗത്തിനെ അക്ഷരം പ്രതി അനുസരിച്ച് പോയ ആൾ കുചേലനാണ്. ഭഗവാന്റെ ജീവിതത്തിൽ പോലും അതിൽ സമ്മിശ്രത കാണും. ഭഗവാൻ സന്ദർഭാനുസരണം തന്ത്രവും സന്ദർഭാനുസരണം വേദവും വൈദികവും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുചേലനിൽ അത് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കർമ്മത്തിൽ നിന്ന് തന്നെ വിരമിച്ച അവസ്ഥയിലേക്ക് എത്തി. വളരെ പെട്ടെന്ന്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. വാസ്തവത്തിൽ ഭഗവാന്റെ കർമ്മസിദ്ധാന്തത്തിന് കടകവിരുദ്ധമാണ് കുചേലൻ്റെ കർമ്മസിദ്ധാന്തം. ഭഗവാൻ കർമ്മം ചെയ്തുകൊണ്ട് അതിൽ ബന്ധനം ഇല്ലാണ്ടിരിക്കാനാണ് പഠിപ്പിച്ചു. കുചേലൻ അങ്ങനെയല്ല. കുചേലൻ കർമ്മമേ ഉപേക്ഷിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? വീട്ടിൽ പട്ടിണിയായി. ഗൃഹസ്ഥൻ അത് പറഞ്ഞിട്ടില്ല. പട്ടേരിപ്പാട് പറയുന്നില്ലേ, ധർമ്മത്തിനോടുള്ള പ്രതിപത്തി അധികമായാലും കാമം അധികമായാലും മനുഷ്യൻ കഷ്ടപ്പെടേണ്ടി വരുന്ന കാണിച്ചു തരാനല്ലേ ഗുരുവായൂരപ്പ നീ ശ്രീരാമചന്ദ്രൻ്റെ അവതാരം എടുത്തതെന്ന് ചോദിച്ചതുപോലെ ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നു കൊണ്ട് നൈഷ്കർമ്മ്യമല്ല വേണ്ടത്, നിഷ്കാമ കർമ്മഫലേച്ഛയാണ് വേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുചേലൻ്റെ കഥ അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാരണം, ഗൃഹസ്ഥൻ കുചേലനെ പോലെ ആയിക്കഴിഞ്ഞാൽ വീട് കഷ്ടത്തിലായി പോകും. കുചേലൻ്റെ പത്നിയുടെ ഭക്തി ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ ഭഗവാൻ ജീവിച്ചിരിക്കണം. ഇന്നും ഗുരുവായൂർ വന്ന് വിളിച്ചാൽ വീട്ടിൽ കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഒരു സ്വഭാവം അതാണല്ലോ, എന്തും വീട്ടിലേ കൊടുക്കുള്ളൂ പറയാറുണ്ട് ഞാൻ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മൂപ്പര് വീട്ടിലേ തരുള്ളൂ, കയ്യിൽ തരില്ല. കുചേലൻ്റെ കയ്യിൽ ഒന്നും കൊടുത്തു വിട്ടില്ല, വീട്ടിലാണ് കൊടുത്തത്. അടിയാണെങ്കിലും അങ്ങനെയാണ്, പാഴ്സൽ കൊറിയറിലാണ് വരിക, വീട്ടിലേക്കാണ് വരിക. മക്കൾക്കോ മരുമക്കൾക്കോ
സന്തതി പരമ്പരകൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ എവിടെയാച്ചാൽ അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുഴിബോംബ് പൊട്ടർമാരി പൊട്ടും. പൊട്ടണത് വരെ അറിയൂല. അദ്ദേഹത്തിൻ്റെ രീതിയാണ്. കുചേലൻ വീടെത്തിയപ്പോഴാണ് അത്ഭുതം കണ്ടത്, അതുവരെ അറിഞ്ഞില്ല. നന്മയാണെങ്കിലും അങ്ങനെയാണ്, ഫലമായിട്ട് വരുമ്പോഴേ അറിയുള്ളൂ. വാസ്തവത്തിൽ കുചേലന് വേണ്ടിയിട്ടേ അല്ല അത് കൊടുത്തത്. അത് വീണ്ടും ആവർത്തിച്ച് നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമാണ്. കുചേലന് ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. ബ്രഹ്മത്തെ സദാ ഉപാസിച്ചു, ചെറുപ്പം തൊട്ട് ബ്രഹ്മനിഷ്ഠനായിട്ടിരുന്നു. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് കല്യാണം കഴിച്ചു. കുചേലനെ കുറിച്ചുള്ള പല ടെക്സ്റ്റുകളുണ്ട്. ഇപ്പോൾ നോർത്തിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള പല ടെക്സ്റ്റുകൾ, ഇപ്പോൾ ഹനുമാൻ പ്രസാദ് പൗഡാറിനൊക്കെ പോലുള്ളവരൊക്കെ ചില ടെക്സ്റ്റുകളിലൊക്കെ കാണാം. അതിലൊക്കെ പറയണത് കുചേലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തോ ഒരു പ്രശ്നം കൊണ്ട് സന്യാസി ആവാണ്ട് ഗൃഹസ്ഥനായി പോയ ഒരാൾ, ഒരപകടം പറ്റി. പക്ഷെ അതുകൊണ്ട് എന്തുണ്ടായി, നമുക്ക് മഹത്തായിട്ടൊരു കഥ കേട്ടു. അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെ ബ്രഹ്മനിഷ്ഠനായിട്ടുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു നമ്മളറിയോ? സുഹൃത്ത് ബന്ധത്തിൻ്റെ മഹിമ നമ്മളറിയോ? നമ്മളറിയില്ല. അങ്ങനെയുള്ള കുചേലൻ്റെ ആ യാത്ര ആരംഭിക്കുന്നത് തന്നെ ഗാർഹസ്ഥ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. കുചേലൻ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും കടന്ന് വാനപ്രസ്ഥത്തിൻ്റെ സ്വഭാവത്തിൽ സന്യാസത്തിൻ്റെ പടിയിൽ വന്ന് നിൽക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണ് സന്യാസി ആവാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ കുചേലന് ആകെ ത്യജിക്കാനുള്ളത് ശരീരം മാത്രമേ ഉള്ളൂ. വസ്ത്രം പോലും പ്രശ്നമാണ്. ശരീരം മാത്രമേ ത്യജിക്കാൻ ബാക്കിയുള്ളൂ. നോക്കൂ, നമുക്ക് എന്തെങ്കിലും ത്യജിക്കണമെങ്കിൽ ആദ്യം നമ്മളത് ഉണ്ടാക്കണം. ഉണ്ടാക്കിയാലല്ലേ, ഉണ്ടെങ്കിലല്ലേ ത്യജിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ അവിടെ പറഞ്ഞേ, ഞാൻ ഗുരുവായൂരപ്പന് 1,00,000 ഉറുപ്യ കൊടുക്കും, ലോട്ടറി കിട്ടട്ടെ. അതായത് നമ്മുടെ കയ്യിലുള്ള പണം നമുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ത്യജിക്കലാണ്. ഇല്ലാത്തൊന്ന് കൊടുക്കുക എന്നുള്ളത് വെറും സങ്കല്പം മാത്രമാണ്. അപ്പോൾ ഇല്ലാത്തതിനെ ത്യജിക്കാൻ പറ്റില്ല, ഉള്ളതിനെ ത്യജിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആകെ ഇനി അവശേഷിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമാണ്. കുചേലൻ്റെ ശരീരം ആണത്. ആ ശരീരത്തിനെ സമാധി ഭാഷയിൽ വസ്ത്രം എന്നാണ് പറയാം. മോശപ്പെട്ട വസ്ത്രം, ഉപേക്ഷിക്കാറായ വസ്ത്രമുള്ളവൻ, അഥവാ ജഡമായിട്ടുള്ള ശരീരം ജഡമാണ്, മലമൂത്രങ്ങൾ നിറഞ്ഞതാണ്, ഇത് ഉപേക്ഷിക്കേണ്ടതാണെന്ന് ബോധം വന്നവനാരോ അവൻ കുചേലൻ. അപ്പോൾ കുചേലനെ വിളിച്ചാലും അദ്ദേഹത്തിന് സങ്കടമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സെൻസിൽ വിളിക്കുമ്പോഴാണ് പ്രശ്നം പറ്റണം. കുചേലൻ്റെ ബ്രഹ്മബുദ്ധി എത്രമാത്രം തീക്ഷ്ണമായിരുന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അങ്ങനെയുള്ള കുചേലന് ഗാർഹസ്ഥ്യത്തിൽ തന്നെ തുടരുന്ന ഭാര്യയുടെ ആവശ്യമാണ്. മൂർത്തരൂപത്തിലിരിക്കണ സ്വരൂപമായിട്ട് സഗുണമായിട്ട് ദ്വാരകയിൽ ഒരു രൂപമെടുത്തിട്ട് ദേവകിയുടെ ഗർഭത്തു നിന്ന് ജനിച്ച് ഇപ്പോൾ ഒരു 85 വയസ്സോളം പ്രായമായിട്ടിരിക്കണ ഗുരുവായൂരപ്പനെ പോയിട്ട് കാണാൻ, അത് ലൗകികതയുടെ ആവശ്യമാണ്. അപ്പോൾ അത് മോശമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതിനും ഞാൻ ഫലസിദ്ധി കൊടുക്കുന്നു കാണിക്കാനാണ് ആ അവിൽ തട്ടിപ്പറിച്ചതും അത് ഭക്ഷിച്ചതും അവിടെ സമൃദ്ധി കൊടുത്തതും. ഈ കഥ വിസ്തരിച്ച് അവിടുന്ന് രാമപുരത്തുകാരുടെ പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരെഴുന്നൊക്കെ പറഞ്ഞിട്ടുള്ള പദ്യമൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് രസമായിട്ട് കഥ മാത്രമായിട്ടും ഉണ്ടാവും. കഥ ആചാര്യന്മാർ ധാരാളം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും ഇരിഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർകാലെ പുറപ്പെടാം അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം. ഇങ്ങനെയാണല്ലോ തലേന്ന് രാത്രി പറഞ്ഞിട്ട് കിടക്കണത്. ആ പിറ്റേന്ന് രാവിലെ ഭിക്ഷ അയച്ച് കിട്ടിയ അവിലുമായിട്ട് പുറപ്പെടുന്നു. ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരുത്തിന് ശുദ്ധാശുദ്ധ വിചാരങ്ങളില്ല. അവൻ എന്തും ഈശ്വരനെ അർപ്പിക്കും. ശിവൻ്റെ കഥകളിൽ, കണ്ണപ്പൻ്റെ കഥയിൽ കണ്ണപ്പൻ എങ്ങനെയാണ് ഭഗവാൻ അഭിഷേകം ചെയ്യണത്? വേടനാണ്. മാംസം അറുത്തെടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ ചേർത്തുകൊണ്ട്, ഇപ്പോൾ 2 കൈയിലും മാംസമുണ്ട്, അതുകൊണ്ട് മുടിയിൽ പൂതിരിക്കും, വായിൽ വെള്ളം നിറയ്ക്കും. ശിവലിംഗം കണ്ട ഒരൊറ്റ തുപ്പ് തല കൊടയും മുടിയോട് കൂടിയിട്ടുള്ള പൂ വീഴ്ത്തും, മാംസം വെച്ച് കൊടുക്കും. തിന്നോ, ഞാൻ ഇവിടെ നിൽക്കാം, അച്ഛൻ ധൈര്യമായിട്ട് കഴിച്ചോ, ആരും അച്ഛനെ ശല്യപ്പെടുത്തില്ല, ഞാൻ കാവലുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കും മഹാദേവന്. അത് ഭക്തിയാണ്, അതാണ് ഭക്തി. അപ്പോൾ ശുദ്ധാശുദ്ധം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഭഗവാനെ കാണാൻ പറ്റുണ്ടോ അത് ശുദ്ധം, കാണാൻ പറ്റണില്ലയോ അതൊക്കെ അശുദ്ധം.
എല്ലാറ്റിലും ഭഗവാനെ കാണാൻ സാധിക്കണവൻ ബ്രഹ്മനിഷ്ഠൻ, അവന് പ്രപഞ്ചം മുഴുവൻ ശുദ്ധം. അതുകൊണ്ട് നാറുന്ന തുണിയിലാണെങ്കിലും ആ 3 പിടി അവിലും കൊണ്ട് അവിടേക്ക് ചെന്നു. എന്താ 3 പിടി അവിൽ? അതിനും സമാധി ഭാഷയിൽ നമ്മുടെ 3 ഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങൾ 3 ആ 3 ഭഗവാൻ ഭക്ഷിച്ചു. 3 ഒരു പിടി എടുത്തുള്ളൂ. ആ ഒരു പിടിയിൽ തന്നെ അദ്ദേഹം ഒട്ടുമിക്കതും തീർത്തു കൊടുത്തു. കാരണം ശരിക്കും പറഞ്ഞാൽ അത് മുഴുവൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുണ്ഠം കൊടുക്കുക എന്നല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. വൈകുണ്ഠം എന്ന് പറഞ്ഞാലും അതൊരു ലോകമല്ല. എല്ലാ സംശയങ്ങളും അവസാനിക്കുന്ന ബ്രഹ്മജ്ഞാനത്തിൻ്റെ, ബ്രഹ്മാനന്ദത്തിൻ്റെ പരമകാഷ്ഠയായിട്ടുള്ള അവസ്ഥയാണ് വൈകുണ്ഠം. അറിവ് എന്നുള്ള അർത്ഥം ഗോശബ്ദത്തിന് കൊടുക്കുമ്പോൾ അത് തന്നെയാണ് ഗോലോകം. അല്ലാണ്ട് ഒന്നിൻ്റെ മുകളിൽ, ഒന്നാം നിലയിൽ, മറ്റേത് 2ാം നിലയിൽ, അതിൻ്റെ മുകളിൽ 3ാം നിലയിൽ വേറൊരു ലോകം, ഇങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഋഷിമാർ കിട്ടേണ്ടവന് മാത്രം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോപ്യമായിട്ട് ചില കാര്യങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിന്ന് ഓരോരുത്തർ തരാതരം പോലെ എടുത്തിട്ട് വ്യാഖ്യാനിക്കണമെന്ന് മാത്രം. അങ്ങനെ ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരാൾ ബ്രഹ്മത്തെ കാണാൻ വേണ്ടി വരുമ്പോൾ ആ ബ്രഹ്മത്തിന് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടിയേ പറ്റൂ. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടി ഗോപുരത്തിൻ്റെ അവിടെ ചെന്നിട്ടാണ് കൂട്ടിക്കൊണ്ട് വന്നിട്ട്, എവിടെയാണ് കൂട്ടിക്കൊണ്ടുവന്ന് ഇരുത്തുന്നത്? നമ്മളിപ്പോൾ എത്ര വലിയ ഫ്രണ്ട് വന്നാലും ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് ബെഡിൽ കൊണ്ടിരുത്തില്ലല്ലോ. ഇരുത്തുമോ? കൃഷ്ണൻ എന്താ മുറികളില്ലാഞ്ഞിട്ടാ? ഈ വീട്ടിൽ ഇരിക്കാനും കിടക്കാനും ഒക്കെ ഒരു മുറിയുള്ളൂ എന്നുള്ള അവസ്ഥയല്ല ദ്വാരകയിൽ. എന്നിട്ട് എവിടെയാണ് കൊണ്ടിരുത്തിയത്? തൻ്റെ കിടപ്പറയിൽ താൻ കിടക്കുന്ന ശയ്യയിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി. വേറെ ആരെങ്കിലും കൊണ്ടിരുത്തിയതായിട്ട് കേൾക്കുന്നുണ്ടോ? അർജുനനെ പോലും കൊണ്ടിരുത്തിയത് കഥയായിട്ട് കേട്ടില്ലേ? അവർ അത്രയും സുഹൃത്തുക്കളായതുകൊണ്ട് എഴുതപ്പെടാത്ത കഥകളുണ്ടാവാം. പക്ഷെ കുചേലനെ അവിടെ കൊണ്ടിരുത്തിയത്. എന്നിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബ്രഹ്മനിഷ്ഠന് ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മസംബന്ധം വന്നാൽ ചോദിക്കാനും പറയാനൊന്നും ഒന്നുമില്ല. പിന്നെ എത്ര നേരം കൂടുതൽ ഒപ്പം ഇരിക്കാൻ പറ്റുമോ അത്രയും നേരം ഇരിക്കുക. അതാണ് രണ്ടുപേരും ചെയ്യുന്നത്. ഇവർ കുറേ പഴയ കഥ പറയണം. പഴയ കഥ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും പറയണം. ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു, അവിടുന്ന് ഇങ്ങോട്ടും പറഞ്ഞു. ആ ബ്രഹ്മസംബന്ധത്തിനെ നിലനിർത്തി കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് ആ ബ്രഹ്മത്തിനെ കൊണ്ടാണ് കുചേലൻ പോണത്. കുചേലൻ തിരിച്ചെത്തുമ്പോൾ ഈ ഗാർഹസ്ഥ്യത്തിനും ആവശ്യമുള്ളതായിട്ടുള്ള സമ്പത്തിനെ കൂടെ ഭഗവാൻ കൊടുക്കുന്ന അവിടെ ശരിക്കും കുചേലോപാഖ്യാനം പൂർത്തിയാവുകയാണ്. ചില വിഷയങ്ങൾ ഈ കഥറകത്തുണ്ട്. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഈ കഥ പറയാനല്ല വന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശം. ഒന്ന്, ആത്മാവിൻ്റെ സ്വഭാവം എന്താണെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എന്തായിരിക്കണം ആത്മാവ്? എങ്ങനെയുള്ളതായിരിക്കണം ഒരു പുണ്യാത്മാവ്? അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠരായിട്ടുള്ള ഒരു ആത്മാവ് എങ്ങനെയായിരിക്കണം? ഒരു റോൾ മോഡൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് കുചേലനെ കണ്ടാൽ മനസ്സിലാവും. അദ്ദേഹത്തിന് ധനത്തിൽ ആർത്തിയില്ല. ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ധാരാളം എന്താ പറയുക, ഒരു ദക്ഷിണയൊക്കെ കിട്ടണ ജോലിക്കോ ഇല്ലെങ്കിൽ ഈവൻ പൂന്താനത്തിനെ പോലെ ഭാഗവതം വായിക്കാനെങ്കിലും പോയേനെ. പൂന്താനത്തിന് പ്രാരബ്ധ തീരുന്നുകൊണ്ട് ഭാഗവതം വായിക്കാനുള്ള പാവം പോയിരുന്നത് മുഴുവൻ. അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക് ഭാഗവതം വായിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ദക്ഷിണ വരുമാന മാർഗം. അതുപോലും ചെയ്യാതെ കർമ്മനിരാസം ചെയ്ത് ഒരു കർമ്മവും ചെയ്യാതെ അങ്ങനെ ഭൗതികമായിട്ടുള്ള സ്വത്തുക്കളിലൊന്നും ഇച്ഛയില്ലാണ്ട് കുചേലന് വാസ്തവത്തിൽ എത്ര മക്കളുണ്ടായിരുന്നു എന്ന് പോലും കൃത്യമായിട്ടൊന്നും ഭാഗവതം പറയില്ല. അതൊക്കെ ഭാവനയിൽ പിന്നെ ഉണ്ടാക്കിയതിന് ഒരുപാട് മക്കളും ഒരുപാട് എന്താ പറയുക പ്രാരബ്ധമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ആക്കിപ്പോയതാണ്. സന്താനഗോപാലൻ കഥ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, അത് കുട്ടികളുണ്ടാവാനുള്ളൊരു കഥയല്ല. ബ്രഹ്മാകാര വൃത്തിയെ എങ്ങനെ ഈശ്വരൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഉറപ്പിച്ച് നിർത്തി സാക്ഷാത്കാരം നേടാമെന്ന് പറഞ്ഞതിൻ്റെ കഥയാണ്. ഈ ബ്രാഹ്മണൻ്റെ 10 മക്കളും ബ്രഹ്മാകാര വൃത്തിയാണ്. ബ്രഹ്മത്തിനുള്ള ബ്രഹ്മത്വമായിട്ടുള്ള നമ്മുടെ സംബന്ധം ലൗകികമായിട്ടുള്ള എന്തെങ്കിലും വന്ന് തൊട്ട അപ്പം നശിക്കും. അതുകൊണ്ടാണ് ഈ കുട്ടി നിലത്ത് വീണു ഭൂസ്പർശം വന്നാൽ കുട്ടി മരിക്കുന്നു പറഞ്ഞത്. ഭൂമി ലൗകികതയാണ്. അതിനെയാണ് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന കഥ. ഇതിൻ്റെ കഥയുടെ സൗന്ദര്യം വേറെ. അത് ധാരാളം പറഞ്ഞ് കേൾക്കുന്നുണ്ട് നമ്മൾ. അതല്ലാതെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ കഥ ഇനിയും കേൾക്കുമ്പോൾ നമുക്കിനിയും ആസ്വാദ്യകരവും. അതേപോലെയാണ് ഈ കുചേലൻ്റെ കഥയിൽ. കുചേലൻ നമ്മുടെ ആത്മാവാണ്. നമ്മൾ റിഫൈൻഡ് ആയാൽ, നമുക്ക് ദേഹബോധം കുറഞ്ഞാൽ,
നമുക്ക് ഭൗതികമായിട്ടുള്ള സ്വത്ത് സമ്പാദനത്തിലും അംഗീകാരങ്ങളിലും ഒക്കെ ഉള്ള കാംക്ഷ കുറഞ്ഞാൽ, കല്ലേറ് കിട്ടിയാലും പൂമാല കിട്ടിയാലും ഒക്കെ ഗുരുവായൂരപ്പൻ തരണയാണെന്നുള്ള ബോധം നമ്മളിൽ ഉറച്ചാൽ, നല്ലത് ചീത്ത എന്നുള്ള വ്യത്യാസം കാണാണ്ടായാൽ, മധുരം കയ്പ്പ് ഇങ്ങനത്തെ ഉള്ള വ്യത്യസ്ത ടേസ്റ്റുകൾ ഇല്ലാണ്ടായാൽ, ചൂടും തണുപ്പും ഒരേപോലെ ആയാൽ, സുഖം ദുഃഖം ഒരേപോലെ ആയാൽ, സമത്വം വന്നാൽ, സ്വാമി ആയാൽ, യോഗിയായാൽ, സന്യാസിയായാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഇതിൽ വന്നു. അവൻ യോഗാരൂഢനാവെന്ന് ഭഗവാൻ പറഞ്ഞല്ലോ. ആ യോഗാരൂഢനായിട്ടുള്ള ആത്മാവാണ് വാസ്തവത്തിൽ കുചേലൻ. ഗീതയുടെ 2-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എങ്ങനെയാണോ ആത്മാവ് ബാല്യം, യൗവനം, വാർദ്ധക്യം ഇതിൽ കൂടെയൊക്കെ കടന്നുപോയി അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത്, അതിൻ്റെ രഹസ്യം മനസ്സിലാക്കുക. ബുദ്ധിമാൻ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ പിന്നെ വഴിതെറ്റിപ്പോവില്ല എന്ന് പറയും. അങ്ങനെ വഴിതെറ്റിപ്പോകാത്ത ഒരാളെ എക്സാമ്പിൾ കാണിച്ചു തരൂ ഈ ഗീത 2:13 എന്ന് ചോദിച്ചാൽ, അത് 2-ാമത്തെ അധ്യായം 13-ാമത്തെ ശ്ലോകത്തിന് എനിക്കിപ്പോൾ ഒരു എക്സാമ്പിൾ വേണമെന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് കുചേലൻ എന്ന് പറഞ്ഞോളൂ. അത് കുചേലനാണ്. അകത്ത് പുറത്തുള്ള ദാരിദ്ര്യമല്ല, അകത്തുള്ള സമ്പന്നത. എന്താ സമ്പന്നത? തൃപ്തിയാണ് സമ്പന്നത. എനിക്കിതുണ്ട്, ഞാൻ തൃപ്തനാണെന്ന് പറഞ്ഞാൽ അവനാണ് സമ്പന്നൻ. ഒരുപാടുണ്ട് എന്നാൽ എനിക്കൊരു തൃപ്തിയില്ല എന്ന് പറഞ്ഞാൽ അവൻ ദരിദ്രനാണ്. യഥാർത്ഥ സമ്പത്ത് തൃപ്തിയാണ്. അതിൽ തന്നെ ശാശ്വതമായിട്ടുള്ള തൃപ്തി എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചാൽ, അതും ഇതും ഒന്നാണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ്. അതും ഇതും വെവ്വേറെ എന്ന് പറഞ്ഞിരുന്നിക്കുന്നിടത്തോളം കാലം തൃപ്തി ഉണ്ടാവില്ല. അത് പറഞ്ഞ് നടക്കുന്നവരുടെ പുറകെ പോകുന്നതും നാശമായിത്തീരും. ഒന്നാണെന്ന് മാത്രമേ രക്ഷയുള്ളൂ. ഇത് ഭഗവാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദ്ധവോപദേശം വായിച്ചാലും ശരി, ഗീത വായിച്ചാലും ശരി, ഇങ്ങനത്തെ കഥകളുടെ ആന്തരാർത്ഥം അന്വേഷിച്ചാലും ശരി. ഇദ്ദേഹത്തിൻ്റെ വൈരാഗ്യബുദ്ധി, ഡിറ്റാച്ച്മെൻറ്റ്. നമ്മൾ ഈ വൈരാഗ്യം എന്ന് പറയുമ്പോൾ ഒരാളോടുള്ള ദേഷ്യമല്ല വൈരാഗ്യം. ഒരു കാര്യം ഇങ്ങനെ നടക്കണം എന്നുള്ള നമ്മുടെ ശാഠ്യമാണ് രാഗം എന്ന് പറയാറുണ്ട്. അത് നടക്കാണ്ട് വന്നാൽ ഉണ്ടാവണ ഇറിറ്റേഷനാണ് ദ്വേഷം. ആ രാഗത്തിനെ തന്നെ ഇല്ലാണ്ടാക്കിയിട്ട് നിർത്തുന്ന അവസ്ഥ വൈരാഗ്യം. അത് നമ്മൾ സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താ ചെയ്യുക? നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള വസ്തുക്കളൊക്കെ ശരീരമടക്കം ഭഗവാന്റെ ആണെന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക. അത് ഉറപ്പിക്കുക. അല്ലാണ്ട് എനിക്ക് ഡിറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നടന്ന കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൂനെയിലെ സപ്താഹത്തിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ചിലർ പറഞ്ഞു വല്ലാത്തൊരു എക്സാമ്പിളായി പോയിന്ന്. ജനിച്ചിപ്പോൾ കിടക്കണ ഒരു കുട്ടിയുടെ നേരെ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ ഓങ്ങുക, കുത്തെന്ന് പറഞ്ഞിട്ട് കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കും. 1 മാസം കഴിഞ്ഞിട്ട് ഓങ്ങി നോക്കൂ, ചിലപ്പോൾ കരയും. അത് ജനിച്ച ഉടനെ ദ്വൈതബന്ധമേ ഇല്ല, താൻ വേറൊന്ന് വേറെ എന്നുള്ള ചിന്തയേ ഇല്ല. അല്ലെ കുട്ടികളെല്ലാം എടുത്ത് വായിലേക്കാണ് കൊണ്ടുപോകുക. കണ്ടിട്ടില്ലേ? ഒക്കെ അവനവനിലേക്ക് വലിക്കും. കുട്ടികളുടെ ഒരു സ്വഭാവമാണ്, ഒക്കെ വലിക്കും ഇങ്ങനെ അവനവനിലേക്ക്. അതായത് ബ്രഹ്മബോധത്തിൻ്റെ ഒരു ശുദ്ധാവസ്ഥയാണത് ഒരു തരത്തിൽ നോക്കിയാൽ. ഇതേ കുട്ടിക്ക് 1 മാസം കഴിയുമ്പോൾ ദേഹബോധം ഉണർന്നു തുടങ്ങി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് കത്തി ഓങ്ങുമ്പോൾ കരയണത്. ആദ്യം ജനിച്ചു ഉടനെയുള്ള കുട്ടിയുടെ നേരെ എന്തെടുത്തിട്ട് ഓങ്ങി നോക്കൂ, അതിങ്ങനെ നോക്കും. അത്രയേ ഉള്ളൂ. അതിൻ്റെ ആ അവസ്ഥ അതാണ്. അപ്പോൾ അകത്ത് തൻ്റെ ഉള്ളിൽ പൂർണ്ണ വൈരാഗ്യം സിദ്ധിച്ചിട്ടുള്ള, സാക്ഷാത്കാരം കിട്ടിയിട്ടുള്ള ഒരാളുടെ അവസ്ഥ പൂർണ്ണ തൃപ്തി. ഇനി പുറത്തൊന്നും എനിക്ക് പൂരണം ചെയ്യാൻ, കംപ്ലീറ്റ് ആക്കാനായിട്ട് ഒന്നുമില്ല എന്ന് ഉറപ്പുള്ള ഒരാൾ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആത്മാവിൽ സ്വയം ആത്മാവായവൻ, അല്ലെങ്കിൽ ആത്മാവിൽ പൂർണ്ണതയിൽ സ്വയം പൂർണ്ണമായവൻ എന്നൊക്കെ പറയും. ബൃഹദാരണ്യോപനിഷത്തിലൊക്കെ ഇങ്ങനെ പൂർണ്ണനായിട്ടുള്ള ഒരാളുടെ ലക്ഷണങ്ങൾ പറയും. ആ ലക്ഷണങ്ങൾ അങ്ങനെ കുചേലനിൽ കാണാൻ സാധിക്കും. ഭാഗവതം എന്ന് പറയണത് അതിൽ 4 തരത്തിലുള്ള മെറ്റീരിയൽ കാണും. ഒന്ന്, ഈ സമാധി ഭാഷയിൽ എഴുതി വെച്ചിട്ടുള്ള അർത്ഥം നമ്മൾ ചകഞ്ഞ് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. 2, ഉപനിഷത്തുക്കളിൽ നിന്നും വേദങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള വിഷയങ്ങൾ. 3-ാമത്തെ കാര്യങ്ങൾ വെറും കഥകൾ.
നാലാമത്തത് വളരെ ലൗകികമാണ് തോന്നുന്ന ചില കാര്യങ്ങൾ, വളരെ ലൗകികമാണ് തോന്നുന്നത്. ഇപ്പം 90-ാമത്തെ അധ്യായം ദശമസ്കന്ധത്തിൻ്റെ വായിച്ചു കഴിഞ്ഞാൽ അതിനെ അക്ഷരം പ്രതി അർത്ഥം പറഞ്ഞാൽ സഭയിൽ പറയാൻ പറ്റില്ല. തന്ത്രത്തിൻ്റെ സ്വഭാവം അതിന്. തന്ത്രം അങ്ങനെയാണ്, ഗോപ്യമാക്കി വെച്ച് പറയേണ്ട രീതികളുള്ള വിഷയങ്ങളെ സഭയിൽ പറയാൻ പറ്റാത്ത രീതിയിൽ പറയും. മനഃപൂർവ്വം ചെയ്യുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ എന്ത് വൃത്തികേടാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അത് കിട്ടേണ്ടവന് കിട്ടും. അതിൻ്റെ അകത്ത് അത് അങ്ങനെയുള്ളവന് വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ, ഒന്ന് ജ്വലിച്ച് നിൽക്കുന്ന ഒരു ആത്മാവിൻ്റെ പ്രതീകമാണ് കുചേലൻ, രണ്ട് നിറഞ്ഞ തൃപ്തിയുടെ പ്രതീകമാണ് കുചേലൻ. സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഭക്തിയാണ് ഏറ്റവും വലിയ ഭക്തി എന്ന് പറയും. വെറും ഭക്തിയാണ് ഏറ്റവും വലിയ മാർഗം എന്നങ്ങോട്ട് ചുമ്മാ പറയരുത്. കാരണം ഭക്തിക്കും തട്ടുകളുണ്ട്. വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല സ്ഥലത്തും പറയാറുള്ളത്, ഇൻ ഇറ്റ്സ് ലോവർ സ്ട്രാറ്റാസ് ഭക്തി ക്യാൻ ബിക്കം ഫനാറ്റിസിസം. ഭക്തിയുടെ താഴത്തെ തട്ടുകളിൽ മതഭ്രാന്തായിട്ട് മാറും ഭക്തി. അതിന് ഭക്തിക്ക് രണ്ട് മക്കളുണ്ടാവണം, ജ്ഞാനെന്നും വൈരാഗ്യം എന്നും പറഞ്ഞ രണ്ട് മക്കൾ. ആ മക്കളില്ലാത്ത ഭക്തി അപകടകാര്യവും. അത് കാലക്രമേണ ഉണ്ടാവുള്ളൂ, ആദ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് മാത്രം, ഭക്തി മാത്രമാണ് ശരി എന്ന് പറഞ്ഞിരുന്നാൽ അത് മതഭ്രാന്തിലേക്ക് പോവുകയും ചെയ്യും. ആ മതഭ്രാന്താണ് ഇന്ന് നമ്മൾ ധർമ്മത്തിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്ന ചില ഭ്രാന്തുകളുണ്ട്. നമ്മുടെ ധർമ്മത്തിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്ന ഭ്രാന്തുകളുണ്ട്. അതുകൊണ്ടാണ് ശിവൻ പിശാചാണ്, ദേവി പിശാചാണ് എന്നൊക്കെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. മഹാദേവൻ്റെ ക്ഷേത്രത്തിലല്ലേ നമ്മൾ ഇരിക്കുന്നത്, ഇവിടെയല്ലേ ഇപ്പോൾ ഭാഗവത സപ്താഹം നടക്കുന്നത്. ഇവിടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ കാഴ്ചപ്പാട് കൂടെ ഭാഗവതം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാൻ ആ ശ്രീകോവിലിൽ നിന്ന് അനങ്ങില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങൾ പിന്നെ നമ്മളെ വെച്ചേക്കില്ല. അത്ര മോശമായിട്ടാണെന്ന് ഭാഗവതം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇതിത്തരം പൊതുവേദികളിൽ പറയേണ്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഭക്തിയാണ് ഏറ്റവും ഉയർന്ന മാർഗം എന്ന് പറയുമ്പോൾ അത് രണ്ട് ഗുണങ്ങൾ അതിനുണ്ടാവണം. ഒന്ന്, ഈ ഭക്തി ഭൗതികമായിട്ടുള്ള നമ്മുടെ സകല ആഗ്രഹങ്ങൾക്കും അപ്പുറത്തുള്ളൊരു ഭക്തിയായിരിക്കണം. നമ്മൾ പോലെ ഗുരുവായൂരപ്പ പാൽപ്പായസം നടത്താം, എനിക്കിത് നടത്തി തരണം, ഗുരുവായൂരപ്പനെ ഞാൻ എന്തു പ്രാർത്ഥിച്ചാലും തരും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചോദിക്കാൻ പാടില്ല എന്നല്ല, നമ്മുടെ അച്ഛനുമാണ് അമ്മയാണ് ഭഗവാനോടല്ലാണ്ട് വേറെ ആരോട് ചോദിക്കാൻ പാടില്ല. പക്ഷെ അതാണ് വലിയ ഭക്തി എന്ന് ഘോഷിക്കരുത്. നമ്മളൊക്കെ ഫാൻസാണ്. ഞാൻ എല്ലാ സ്ഥലത്തും പറയണം, നമ്മളൊക്കെ ആരാധകരാണ്, കാര്യസാധ്യത്തിനുള്ള ആരാധകരാണ് നമ്മളൊക്കെ. ഭഗവാൻ വന്നിട്ട് നിൻ്റെ ജീവൻ എനിക്കിപ്പോൾ താ എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് കൊടുക്കുമോ? ഇപ്പം ഞാൻ അനുഗ്രഹം എന്നുള്ള വാക്കിൻ്റെ ഒരർത്ഥം പറയാറുണ്ട് ചില സ്ഥലത്ത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എടുക്കുക എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഇനി ആരെങ്കിലും ധൈര്യപ്പെട്ടിട്ട് ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പറയുമോ? അങ്ങോട്ട് എടുക്കുക എന്നാണ് പറയണത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എടുക്കുക എന്നാണ്. ഉച്ചക്കകത്ത് ഊണിൻ്റെ ഇഫക്റ്റ് ശരിക്കും അറിയുന്നുണ്ട്. ഉച്ചക്കകത്ത് ഊണിൻ്റെ ഇഫക്റ്റ് ശരിക്കും അറിയേണ്ടതെന്ന് പറയാം. അപ്പം ആ ഒരു എടുക്കൽ എന്ന് പറയുന്നതിലേക്ക് ഭക്തി എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഭഗവാനെ അങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവനവനെ ഇട്ടുകൊടുത്ത് നമസ്കരിക്കാൻ സാധിക്കുക, അതാണ് ഭക്തി. ചേലപ്പറമ്പ് നമസ്കരിച്ച പോലെ നമസ്കരിക്കണം, പിന്നെ എണീക്കരുത്. അതിനുള്ള ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുള്ളൂ. കളയണം ശരീരം എന്ന് പറയുന്നില്ല. കളയൽ പ്രാരബ്ധം തീരുമ്പോൾ തന്നെ ശരീരം പോവുള്ളൂ, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണല്ലോ ജീവൻ മുക്തൻ എന്ന് പറഞ്ഞത്. മുക്തനായാലും ശരീരത്തോടു കൂടിയിട്ടിരിക്കും. അവന് രണ്ട് സ്വഭാവം ഉണ്ടാവും. ഒന്നുമില്ല അവൻ ശിവനെ പോലെ അവധൂതനായിരിക്കും, അല്ലെങ്കിൽ നാരായണനെ പോലെ സർവ്വ ആർഭാടങ്ങളോട് കൂടിയിരിക്കും. കണ്ടാൽ വിചാരിക്കും അവൻ കോടീശ്വരൻ, ഭയങ്കര മഹാലക്ഷ്മി പ്രസാദമായിട്ടിരിക്കുന്നു, ഓ ഇവനൊക്കെ ദൈവം ഉണ്ടോ എന്ന് ചിന്തിക്കും. പക്ഷേ അവൻ നാരായണന് സമമായിരിക്കും. രണ്ട് തരത്തിലാണ് ബ്രഹ്മനിഷ്ഠർ നടക്കുക. ഒന്നുമില്ല ശിവനെ പോലെ നടക്കും, ഒന്നും ഉണ്ടാവില്ല. മലിനമായി ഈ ചോടലച്ചാരമൊക്കെ പൂശി ഭഗവാൻ നടക്കണം കണ്ടിട്ടില്ലേ? പ്രപഞ്ചം മുഴുവൻ സ്വത്തായിട്ടുള്ളവൻ ഇങ്ങനെ നടക്കും. നാരായണൻ സർവാർഭാടങ്ങളോടും അലങ്കാരങ്ങളോടും കൂടിയിട്ട് നടക്കും. രണ്ടും ബ്രഹ്മസ്വരൂപം. ഈ രണ്ട് ഭാവത്തിലെ രൂപമെടുത്ത ഈ രണ്ട് ഭാവത്തിലെ ബ്രഹ്മനിഷ്ഠർക്ക് നടക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നടക്കും ഒന്നുമില്ല രാജകീയമായിട്ട്, അല്ലെങ്കിൽ അത്യാശ്രമിയായി അവധൂതനായിട്ട്. ഇങ്ങനെ രണ്ട് ടൈപ്പിലാണ് ഇവരുടെ സഞ്ചാരം. കുചേലൻ ഇതിൽ രണ്ടാമത്തതിൻ്റെ പടിവാതിലെത്തിയിട്ട് അവിടെ നിന്നു.
സന്യാസത്തിലേക്ക് തന്നെ പ്രവേശിച്ചില്ല. അത്യാശ്രമം അദ്ദേഹത്തിന് പിൽക്കാലത്ത് കിട്ടിയിട്ടുണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തീർച്ചയായിട്ടും കുചേലനെക്കുറിച്ച് പിന്നീടൊന്നും പറയണില്ലെങ്കിലും കുചേലൻ തീർച്ചയായിട്ടും സന്യാസവും അതിക്രമിച്ച് അത്യാശ്രമത്തിലേക്ക് പോയിട്ടുണ്ടാവും. ഋഷഭനെയൊക്കെ പോലെ ആയിട്ടുണ്ടാവണം അവസാന കാലത്ത്. ഭാഗവതം അതിനെക്കുറിച്ച് സംസാരിക്കണില്ലെങ്കിലും എങ്ങനെയാണെങ്കിലും ഈശ്വരനെ സമർപ്പണത്തിൽ കൂടെ മാത്രമേ കിട്ടുള്ളൂ എന്ന് ഗീത പഠിപ്പിക്കുന്നത് ഭഗവാൻ പറയുന്നുണ്ടല്ലോ. ദുരിതം അനുഭവിക്കണവൻ, അറിവ് ആഗ്രഹിക്കണവൻ, ധനം ആഗ്രഹിക്കണവൻ, വിവേകമുള്ളവൻ, ഇങ്ങനെ 4 തരക്കാരാണ് എന്നെ ആരാധിക്കുന്നത്. അതിൽ വിവേകമുള്ളവനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ ഞാനും അവനും തമ്മിൽ വ്യത്യാസം കാണില്ല എന്ന് സ്പഷ്ടമായിട്ട് 7ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടേണ്ട, ഭക്തി കൊണ്ട് കിട്ടേണ്ട ഏറ്റവും വലിയ ഫലം ഭഗവാനാണ്. വേറെ ഒന്നും കിട്ടാനില്ല അതിൽ. അതും എങ്ങനെ കിട്ടുക? ഭഗവാന്റെ സ്നേഹം കിട്ടിയിട്ടാണ് അത് ആദ്യം തുടങ്ങുക. അവസാനം താനും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള തിരിച്ചറിവാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ഗിഫ്റ്റ്, ബമ്പർ പ്രൈസ്. അതാണ് അതിൻ്റെ മുകളിൽ വേറെ ഒന്നും കിട്ടാനില്ല. 2, ഭക്തി കൊണ്ട് ജീവനും ബ്രഹ്മവും ഐക്യപ്പെടും. കുചേലൻ ജീവനാണെങ്കിൽ ഭഗവാൻ ബ്രഹ്മാണ്. ജീവബ്രഹ്മൈക്യത്തിൻ്റെ കഥ ഭാഗവതത്തിൽ പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. രുക്മിണീ സ്വയംവരം ജീവബ്രഹ്മൈക്യമാണ്. ജീവനും ബ്രഹ്മവും ഐക്യപ്പെടുമ്പോൾ അതിനെ ഉത്സവമായിട്ട് കൊണ്ടാടേണ്ടത് കൊണ്ടാണ് നമ്മളത് ഗംഭീരമായിട്ട് കല്യാണമായിട്ട് കൊണ്ടാടണം. നമ്മൾ വിചാരിക്കണം പെൺമക്കൾക്ക് കല്യാണം നടക്കാനാണെന്നാ. അല്ല, തെറ്റില്ല, കല്യാണം നടക്കും. അതൊക്കെ ഭഗവാൻ, ഞാൻ പറഞ്ഞില്ല, ഗാർഹസ്ഥ്യത്തിലും തരുന്നുണ്ടല്ലോ. കുചേലൻ്റെ പത്നി ചോദിച്ചതും തരുന്നുണ്ട്, അപ്പുറത്ത് കുചേലിന് വേണ്ടതും കൊടുക്കുന്നുണ്ട്. ഭഗവാൻ ഏതൊക്കെ മാർഗങ്ങളിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം ഭക്തിയുടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1, ആഗ്രഹങ്ങളെ മറികടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് ചെല്ലണം. 2, ഭക്തി കൊണ്ട് ജീവബ്രഹ്മയ്ക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ള ഭക്തിയെ ഭക്തി ആവുള്ളൂ, അല്ലാത്തത് ഭക്തി ആവില്ല എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരും. പിന്നെ ജീവൻ എന്നുള്ളത് പരിമിതമാണ്, ഈശ്വരൻ എന്നുള്ളത് അപരിമിതമാണ്. ഈ ജീവൻ്റെ പരിമിതിയാണ് കുചേലൻ്റെ വിനയത്തിൽ കാണുന്നത്. കുചേലൻ്റെ വിനയം പ്രസിദ്ധമാണ്. അദ്ദേഹത്തിനെ പോലെ വിനയസമ്പന്നനായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അധികം കാണാൻ പറ്റില്ല പുരാണങ്ങളിൽ. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അത്ര അഗാധമായിട്ടുള്ള ബ്രഹ്മബോധം ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം ശാസ്ത്ര വിശാരദനാണ്, അനവധി പാഠ്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അറിവ് ഭാരമല്ല അദ്ദേഹത്തിന്. അറിവ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വിശാലമാക്കി, അതേസമയം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരിമിതികളെക്കുറിച്ചും ബോധവാനാക്കി. യഥാർത്ഥ അറിവ് ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. കുചേലനത് കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ള ആളായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ ആ പരബ്രഹ്മസ്വരൂപമായിട്ടുള്ള സർവത്ര സ്വതന്ത്രമായിട്ടുള്ള വസ്തുവിനെ സമീപിക്കുമ്പോൾ എത്ര വിനയത്തോടെ സമീപിക്കണോ അത്രയും വിനയത്തോടെ ശങ്കിച്ച്, എന്നെ ആക്സെപ്റ്റ് ചെയ്യോ, എന്നെ തിരിച്ചറിയോ, എനിക്കവിടെ എന്ത് സ്വീകരണമായിരിക്കും കിട്ടുക എന്നൊക്കെ കുചേലൻ ചിന്തിക്കുന്നതിൻ്റെ കാരണം തന്നെ ഈ വ്യത്യാസമാണ്. മാണ്ഡൂക്യോപനിഷത്തിൽ ഭഗവാനെ സകല നിയന്താവായിട്ടും എല്ലായിടത്തും വ്യാപിച്ചിരിക്കണവനുമായിട്ടുമാണ് പറയണത് ഗുരുവായൂരപ്പനെ. അങ്ങനെ എല്ലാം അറിയുന്ന ഈശ്വരനെ ഒന്നും അറിയാത്ത നമ്മൾ എങ്ങനെ സമീപിക്കണം? എങ്ങനെ ഒന്നും അറിയാത്ത നമ്മൾ എല്ലാം അറിയുന്ന ഈശ്വരനായി മാറണം? ഏതവസ്ഥയിലാണ് മാറുക എന്ന് ചോദിച്ചാൽ കുചേലവ്യാഖ്യാനം പഠിച്ചാൽ മതി. ബലിയുടെ ആത്മനിവേദനാണെങ്കിൽ അതിന് തൊട്ടു മുമ്പ് വരുന്ന ഗ്രേറ്റസ്റ്റ് ഭക്തിയുടെ മാർഗ്ഗം ഏതാ? സഖ്യം. അർജുനനും കുചേലനും. കുചേലൻ സഖ്യത്തിൽ നിന്നുകൊണ്ടാണ് ആത്മനിവേദനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. സഖ്യത്തിലെത്തി, അവിടം വരെ എത്തി നിൽക്കുകയാണ്. ആ സഖ്യത്തിൻ്റെ ഫലപൂർത്തീകരണമാണ് കുചേലവ്യാഖ്യാനം പറയണത്. പിന്നെ അനുഗ്രഹം എന്താ? അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ എത്രമാത്രം പരിശ്രമിക്കണമെന്നുള്ളതല്ല ഒരു കാര്യത്തിൻ്റെ ഫലസിദ്ധിക്ക്. ഈശ്വരൻ ഒരു വട്ടം ഒന്ന് നോക്കുന്നതാണ് എന്നുള്ളതാണ്. നമ്മളെത്ര കടന്ന് തലകുത്തി മറിഞ്ഞാലും ഭഗവാന്റെ സ്പർശം വരാത്തത് ഫലത്തിലെത്തില്ല. നേരെ മറിച്ച് ഒന്നും ചെയ്യാത്ത ഒരാൾ പോലും സമ്പൂർണ്ണ സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ എന്തെന്ത് തരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ഇത് കുചേലവൃത്തത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു വശമാണ്. നമ്മൾ എന്താ പറയുക, ഒരു കുട്ടികൾക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഗ്രേസ് ആസ് എ ബ്രിഡ്ജ് എന്ന് നമുക്ക് പറയാം. ഒരു പാലം, ദിവ്യാനുഗ്രഹം എങ്ങനെയാണ് ഒരു പാലമായിട്ട് വർത്തിക്കുന്നത് ജീവൻ്റെയും ബ്രഹ്മത്തിൻ്റെ ഇടയിൽ. ജീവൻ എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും, എത്ര കൊട്ടിഘോഷിച്ചാലും, എത്ര ബഹളം ഉണ്ടാക്കിയാലും അതിന് പൂർണ്ണത ഉണ്ടാക്കുന്നത് ഭഗവാൻ. അപ്പോൾ നോക്കൂ, ഗുരുവായൂർ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏത് മഹാക്ഷേത്രത്തിലാണെങ്കിലും അവിടെ അനവധി ചിട്ടകളിലൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള ലോപങ്ങൾ വരാം. പക്ഷെ ഭഗവാൻ അതിനെ അനുഗ്രഹിച്ച് പൂർണ്ണമാക്കും. ഭഗവാൻ അതിനോടൊരു സവിശേഷമായിട്ടുള്ള സ്നേഹവും കരുതലും ഉണ്ട് എപ്പോഴും. എന്തും കുറവിനെയും ഭഗവാൻ തൻ്റെ അനുഗ്രഹവും സ്നേഹവും കൊണ്ട് പൂർണ്ണത എത്തിക്കും. ആ പൂർണ്ണത എത്തിക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നമ്മുടെ കൈ പിടിച്ചുള്ള സത്യം ചെയ്യലായിരുന്നു പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി. ഭഗവാൻ സത്യം ചെയ്തതാ. നമ്മൾ വിചാരിക്കണം എന്താ, വളരെ സിമ്പിൾ, എനിക്കിത് തന്നാലും മതി, അത് തന്നാലും മതി, ഇത് തന്നാലും മതി എന്ന് പറയാം. അതല്ല പറഞ്ഞത്. നീ എനിക്ക് എന്ത് കുറവ് ചെയ്താലും നിൻ്റെ ഹൃദയം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ പൂർണ്ണമാക്കിക്കോളാടോ. താൻ വിഷമിക്കണ്ട. എല്ലാവർക്കും ഇപ്പോൾ രാവണനെ പോലെ പൂജ കഴിക്കാൻ പറ്റുമോ? രാവണൻ്റെ പൂജ കണ്ടാൽ പിന്നെ ശിവനെ പൂജ കഴിക്കാൻ പറ്റില്ല. നമുക്ക് ബാണൻ്റെ പൂജ കണ്ടാൽ നമുക്ക് പൂജ കഴിക്കാൻ പറ്റില്ല. അമ്മാതിരി പൂജയെ ഒരു പൂജ കഴിക്കുന്നത്. നമ്മൾ നാണം കെട്ടുപോകും. ഈശ്വര, നമ്മുടെയൊക്കെ ഒരു പൂജയാണോ എന്ന് തോന്നിപ്പോകും. ഇത്ര രാവണൻ്റെയും ബാണൻ്റെയും പൂജ എന്ന് വെച്ചിട്ട് കണ്ണപ്പൻ്റെ പൂജ ഭഗവാൻ എടുക്കുന്നില്ലേ? നമ്മുടെ പൂജ ഭഗവാൻ എടുക്കുന്നില്ലേ? അതാ ഭഗവാൻ പറയണത് പത്രം പുഷ്പം ഫലം തോയെന്ന് പറഞ്ഞത് നമുക്കൊരു ലൈസൻസ് തരികയല്ല. ഒരു വില പറിച്ചു കൊടുത്താൽ മതി, കുറച്ച് വെള്ളം എത്തിച്ചു കൊടുത്താൽ മതി. എളുപ്പപ്പണിക്ക് എല്ലാറ്റിനും വെള്ളം, ഗന്ധവിധം വെള്ളം, പാദ്യം എന്താ പറയുക, ധൂപത്തിനും വായുവിനും വെള്ളം, പുഷ്പത്തിനും വെള്ളം, അങ്ങനെ പൂജ കഴിക്കുന്നവരുണ്ട്. അതിനല്ല അത് പറഞ്ഞിട്ടുള്ളത്. എന്തുണ്ടെങ്കിലും അതിന് ഞാൻ പൂർണ്ണത വരുത്തിക്കൊള്ളാം. പൂർണ്ണത വരുത്താൻ കാരണം എന്താ വെച്ചാൽ സങ്കല്പത്തിൻ്റെ ശക്തിയാണ്. അത്ര സങ്കല്പ ഭഗവാൻ സങ്കല്പിച്ച അതിന് പൂർണ്ണത വരും. അതുകൊണ്ടാണ് ഒരു മുരിങ്ങയുടെ ഇല എടുത്തിട്ട് നാക്കിൽ വെച്ചപ്പോഴേക്കും പ്രപഞ്ചത്തിന് മുഴുവൻ വയറ് നിറഞ്ഞു അല്ലേ? ദ്രൗപദി പാത്രം കഴുകുന്നത് ശരിയല്ല പറയും. അതുകൊണ്ടാണല്ലോ ഒരു മുരിങ്ങയുടെ ഇല അവിടെ ഉണ്ടായത്. ആ ഒരു ഇല എടുത്തിട്ട് സർവസംതൃപ്തി വരട്ടെ എന്ന് പറഞ്ഞ് കഴിച്ച് എല്ലാവർക്കും, പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും വിശപ്പ് മാറിയെന്നുണ്ടെങ്കിൽ ആ സങ്കല്പശക്തി എത്രയായിരിക്കും. നമുക്കവിടെ ഭഗവാൻ എന്നുള്ളത് മാറ്റി നിർത്തും. ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരാളാണ് കൃഷ്ണൻ എന്ന് മാത്രം നോക്കിയാൽ ഒരു ബ്രഹ്മനിഷ്ഠന് എന്തൊക്കെ സാധിക്കുന്ന അവിടെ കാണാം. ഞാൻ മുമ്പ് സ്ഥിരം കേൾക്കണവർക്കറിയാം, സമയമില്ല. പത്മനാഭസ്വാമിയിൽ ഒരു വലിയ സാളഗ്രാമം ഒരിക്കൽ വന്നുപെട്ടിട്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് വന്നതിന് ഇതുമാതിരി ഒരു നേദ്യം കൊടുക്കണ കഥയുണ്ട്. പറക്കണക്കിന് അരി വെച്ചിട്ടും തൃപ്തിയാവാത്തതും അവസാനം ഒരിത്തിരി അരി എടുത്ത് കൊടുത്തപ്പോൾ തൃപ്തിയായതും ഒരു കഥയുണ്ട്. മഹാരാജാവ് ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് ആ സാളഗ്രാമം അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കുക ചെയ്തു. അദ്ദേഹം അത് അധികാരം ഉപയോഗിച്ച് പിടിച്ചെടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ സമർപ്പണത്തിൻ്റെ ശക്തിയാണ് ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തി. കുചേലൻ്റെ സമ്പൂർണ്ണ സമർപ്പണം കൊണ്ട് ഭഗവാൻ തന്നെ കൊടുക്കാൻ തയ്യാറായി. അതുകൊണ്ടാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും പിടി. വാസ്തവത്തിൽ നമ്മൾ പലപ്പോഴും പറയും രുക്മിണി കൈ കയറി പിടിച്ചത് തന്നെ എടുത്തു കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ടാണ്. അമ്മയ്ക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. തന്നെ എടുത്തു കൊടുക്കാൻ താനും ഭഗവാനുമായിട്ട് വേറെ ആയിട്ടൊന്നും ഇല്ല രുക്മിണിക്ക്. ഭഗവാനെ എടുത്തിട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് കൊടുക്കുക. പ്രകൃതി അവിടെ രുക്മിണി കർമ്മരൂപിണിയായിട്ടുള്ള പ്രകൃതിയാണ്. കർമ്മത്തിൻ്റെ ഫലത്തെ തരുന്ന ശക്തിയാണ്. അവൾ പറയണത് ഇയാളുടെ പ്രാരബ്ധ ശരീരം കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴേ വൈകുണ്ഠം കൊടുക്കരുത്, ഇപ്പം ഭോഗങ്ങളൊക്കെ അനുഭവിച്ചിട്ട് കുറച്ചു കാലം ജീവിക്കട്ടെ, അതിനുള്ളതുണ്ടല്ലോ, അതുകൊണ്ട് കൈ പിടിച്ചണം. അതുകൊണ്ടാണ് കൈ പിടിച്ചത്. ആ പ്രാരബ്ധ ശരീരം അതിൻ്റെ ഭോഗങ്ങളോടൊക്കെ കൂടിയിട്ട് ഇനി കുറേ ദുരിതം അനുഭവിച്ചു, ഇനി ഭോഗങ്ങൾ അനുഭവിക്കേണ്ട കാലം. അങ്ങനെ ധനം കിട്ടിയിട്ടുള്ള ആളെ എങ്ങനെ വിനിയോഗിക്കുന്നു ആ മഹാലക്ഷ്മിക്ക് അറിയാം. എപ്പോഴാണ് മഹാലക്ഷ്മി വർദ്ധിക്കുക? കൊടുത്താൽ വർദ്ധിക്കും, കൊടുത്തില്ലെങ്കിൽ പൂപ്പൽ പിടിക്കും, അവൾ ഇറങ്ങിപ്പോവും. നാരായണൻ സർവസംഗ പരിത്യാഗിയാണ്. ശരിക്കും നോക്കിയാൽ മഹാദേവൻ എങ്ങനെയാണോ അതേമാതിരിയാണ് നാരായണൻ. കൊടുത്തുകൊണ്ടേ. ഭഗവാൻ ഒന്നും സ്വന്തമായിട്ടില്ല. ഒന്നും സ്വന്തമാക്കി വെക്കാത്ത ഒരുത്തനെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി ഭഗവാനെ വിവാഹം ചെയ്തതെന്ന് ചില ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്ര കൊടുക്കുന്നോ അത്രയും മഹാലക്ഷ്മി വർദ്ധിക്കും. കുചേലൻ കൊടുക്കുന്നറിയാം. കുചേലൻ ആ ധനം മുഴുവൻ ദാനം ചെയ്തു എന്നാണ്. കുചേലൻ ആ ധനം ദാനം ചെയ്തതിൻ്റെയൊക്കെ പ്രക്ഷിപ്ത കഥകൾ അനവധിയുണ്ട്. നോർത്തിലൊക്കെ നമ്മൾ അന്വേഷിച്ചിടന്നാൽ കിട്ടും.
അനവധി കഥകളുണ്ട്. കുചേലൻ്റെ ദാനം കൊടുത്ത കഥകളൊക്കെ കാണാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഘടകം അതിൽ വരുന്നത് സത്യം, ജ്ഞാനം, അനന്തം എന്ന് നമ്മൾ 3 വാക്കുകളെ കൊണ്ട് ഈശ്വരൻ്റെ സ്വഭാവത്തെ പറയും. എന്താ ഈശ്വരൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. നമ്മളീ കാണുന്ന ആയുധങ്ങൾ പിടിച്ചു നിൽക്കുന്ന നമ്മളെപ്പോലെ കയ്യും കാലും ഉള്ള, അല്ലെങ്കിൽ നമ്മളെക്കാളും 2 കൈ എക്സ്ട്രാ ഉള്ള, 3 കൈ എക്സ്ട്രാ ഉള്ള, അല്ലെങ്കിൽ 4 കൈ എക്സ്ട്രാ ഉള്ള ആളല്ല അത്. 3 വാക്കുകൾ കൊണ്ടാണ് ഈശ്വരനെ നമുക്ക് വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക. സത്യം എന്ന് പറയാം, ജ്ഞാനെന്ന് പറയാം, അനന്തം എന്ന് പറയാം. ഇതിൽ സത്യം എന്നുള്ള വാക്കിന് പരമപ്രാധാന്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വേദിയിലിരിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെയധികമാണ്. കാരണം ഭാഗവതം മുഴുവൻ നിൽക്കുന്നത് ഗായത്രി സ്വരൂപമായിട്ടുള്ള ഒരൊറ്റ ഫ്രേസിലാണ്. സത്യം പരം ധീമഹി ജന്മാദ്യസ്യതോ എന്നുള്ള ബ്രഹ്മസൂത്രത്തിൻ്റെ 2ാമത്തെ സൂത്രത്തിനെ എടുത്തിട്ടാണ് വ്യാസമഹർഷി തന്നെ സൂത്രത്തിനെ എടുത്തിട്ടാണ് ഭാഗവതം തുടങ്ങി വെച്ചിരിക്കുന്നത്. ആ ഒരൊറ്റ സൂത്രത്തിൻ്റെ വ്യാഖ്യാനമാണ്. ഉൽപ്പത്തി മുതൽ തുടങ്ങിയതൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരിക്കുക. അതുകൊണ്ടാണ് ഇത്രയും അവതാരങ്ങളുടെ കഥകളൊക്കെ വരണത്. അതിൽ കൂടെ സത്യത്തെ കണ്ടെത്തുക. അപ്പോൾ സത്യം എന്ന് പറയണ എന്തൊരു വസ്തു, എന്തൊക്കെ നശിച്ചാലും എന്ത് നിലനിൽക്കുമോ അത് സത്യം. എന്തൊക്കെ എന്താ പറയുക, മാറ്റങ്ങൾക്ക് വിധേയമായാലും മാറാതെ എന്ത് നിൽക്കുമോ അത് സത്യം. ആ അതിനെക്കുറിച്ചുള്ള അറിവ് ജ്ഞാനം, ആ അറിവിൻ്റെ വ്യാപ്തി അനന്തം. ഈ ക്രമത്തിൽ വേണം ഇത് മനസ്സിലാക്കാൻ. അറിയാൻ ഒന്നേ ഉള്ളൂ, ഒറ്റ കാര്യം. പക്ഷെ അതിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ അത്ര മാത്രമാണ്. അത് ഇൻഫർമേഷനല്ല, അതൊരു അനുഭവമാണ്. ബ്രഹ്മത്തെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. പല സ്ഥലത്തും ഞാൻ പറയാറുണ്ട്, മധുരം എന്താണെന്ന് ഒരു കുട്ടിയോട് ചോദിച്ചിട്ട് ഒരു എസ്സേ എഴുതുമെന്ന് പറഞ്ഞാൽ കുട്ടി എന്തൊക്കെ എഴുതും. പഞ്ചസാര പോലെ, അതുപോലെ, ഇതുപോലെ, മിഠായി പോലെ, അങ്ങനെ എഴുതി ഒരു 19 പേജ് എഴുതിയാലും ഇത് വായിച്ചിട്ട് മധുരം എന്താണെന്ന് അന്നേ വരെ മധുരം അനുഭവിക്കാത്ത ഒരാൾക്ക് മനസ്സിലാവില്ല. നേരെ മറിച്ച് ഒരു മിഠായിയോ ഒരു സ്പൂണ് പഞ്ചസാരയോ എടുത്തിട്ട് വായ തുറക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ കിട്ടിയോ? അതാണ് മധുരം. കേവലാനുഭവം എന്ന് പറയും. ഇങ്ങനെ കേവലാനുഭവമായിട്ട് കിട്ടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കൃഷ്ണൻ സത്യസ്വരൂപനായതുകൊണ്ട് സത്യത്തിൻ്റെ ഉപാസനയിൽ എത്രമാത്രം നിഷ്ഠയോട് കൂടിയിട്ടാണ് കുചേലനിരിക്കണമെന്ന് കാണിക്കാനാണ് അവിടെ പൃഥുകത്തിനെ കൊണ്ടുവന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സത്യോപാസനയുടെ പ്രതീകമാണ് അവിൽ. ആ അവിലിനെ സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കണം. അതും കൊണ്ടുവന്നിട്ടുണ്ട്, തരട്ടെ എന്നൊന്നും ചോദിച്ചില്ല. എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേ, എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ തട്ടിപ്പിടിച്ച് അതങ്ങോട്ട് എടുക്കുന്നത്. അത് മുൻകൂട്ടി തനിക്ക് അറിയാമായിരുന്നു എന്ന ഭാവേനയാണ് അത് എടുക്കുന്നത്. അതേപോലെ തന്നെ ഭഗവാന്റെ ആ സർവാന്തര്യാമിത്വം കൊണ്ട് കുചേലൻ എന്നല്ല, നമ്മൾ ഓരോരുത്തരുടെയും നമുക്ക് പോലും നമ്മളെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ അറിയണവനാണ് ഈ ഗുരുവായൂരപ്പൻ. നമുക്കാകെ നമ്മുടെ ഈ ജന്മേ അറിയുള്ളൂ. അത് തന്നെ നമുക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്. ആ സമയം തൊട്ടുള്ള കാര്യം അറിയുള്ളൂ. ഇനി ഓർമ്മ പോണ വരെ, മരിക്കണ വരെ എന്നല്ല, ഓർമ്മ പോണ വരെ ഉള്ള കാര്യങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. അത് തന്നെ നമ്മളുടെ ജീവിത വീക്ഷണം അനുസരിച്ചിട്ട് നമ്മൾ മാറ്റിയും മറിച്ചും പറയും. ഒരാൾക്ക് ശരി, വേറൊരാൾക്ക് തെറ്റായിരിക്കും. ഒരാളുടെ പച്ച വേറൊരാൾക്ക് നീലയാണ്, അല്ലേ? ഇതുപോലെ കണ്ണിനൊരു പ്രശ്നം ഉണ്ടായാൽ മതി, കാണുന്ന ആൾക്കറിയില്ലല്ലോ എൻ്റെ കണ്ണിന് പ്രശ്നം ഉണ്ടെന്ന്. ഞാൻ പറയുകയാണ് ഇത് ചോപ്പാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. എനിക്കിത് ചോപ്പായിട്ടാണ് കാണുന്നത്, എൻ്റെ ലോകം ഇതാണ്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ ഭഗവാന് മാത്രം അറിയാൻ പറ്റും ഒരു വ്യക്തി എങ്ങനെയാണ് ലോകത്തിനെ നോക്കിക്കാണുന്നത്. കാരണം ഭഗവാൻ ആ വ്യക്തിയിൽ നിന്ന് വേറിട്ട ആളല്ല, വേറിട്ട വസ്തുവല്ല ഈശ്വരൻ. അതാണ് അതിൻ്റെ കാരണം. ഈ ജ്ഞാനം, ആ അറിവ് എന്താണോ ആ ശുദ്ധബ്രഹ്മമായിട്ടിരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിലുള്ള അറിവിന് സകലതും അറിയും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളതിനെ ബോധം, ശുദ്ധബോധം എന്ന് വിളിക്കും. കഠോപനിഷത്തിൽ പറയുന്നുണ്ട്, എന്താണ് ആത്മാവ്? കണ്ണില്ലാതെ കാണുന്നത്, ചെവിയില്ലാതെ കേൾക്കുന്നത്, മനസ്സില്ലാണ്ട് മനസ്സിലാക്കുന്നത്, അതാണത്ര ആത്മാവ്. അപ്പോൾ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വർഷം കഴിഞ്ഞ് വരുമ്പോഴും കുചേലൻ്റെ തൻ്റെ ദൈനംദിന ജീവിതത്തിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ എണ്ണി പറഞ്ഞ് ഭഗവാനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല.
നമ്മൾ പെട്ടെന്ന് പറയുമോ ഭഗവാനല്ലേ ദിവ്യദൃഷ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കഥയുടെ കണക്കിൽ അങ്ങോട്ട് പോകും. അത് ദിവ്യദൃഷ്ടിയുടെ വിഷയമല്ല. അത് ദിവ്യദൃഷ്ടിയല്ല. ബ്രഹ്മജ്ഞാനിക്ക് ദിവ്യദൃഷ്ടി താനെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരിയാണ്, ബ്രഹ്മത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ആ വ്യക്തി ഏതൊരു വ്യക്തിയുടെയും ആന്തരികത മനസ്സിലാക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ജ്ഞാനേശ്വരൻ്റെ കഥ. ഈ ജ്ഞാനേശ്വരൻ്റെ തോളത്ത് ചാട്ടവാറടി വീണു. എപ്പോൾ? ഈ വേദം ചൊല്ലിയ പോത്തിൻ്റെ മുതുകിൽ ചാട്ട കൊണ്ട് അതിൻ്റെ മേയ്ക്കുന്നവൻ ആഞ്ഞാഞ്ഞടിച്ചപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പൊളയാണ്. കാരണം ആ പോത്തിലുള്ള ബ്രഹ്മചൈതന്യവും ജ്ഞാനേശ്വരനുള്ള ബ്രഹ്മചൈതന്യവും ഒന്നായിട്ടായിരിക്കുന്നത്. ആ സമയത്ത് ജ്ഞാനേശ്വരനുള്ള വേദമാണ് പോത്തവിടെ ചെല്ലണത്. അപ്പോൾ പോത്തിന് അടി കിട്ടിയപ്പോൾ ഇവിടെ ഇത് കിട്ടി. ഇത് അനവധി കഥകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കൃഷ്ണനും കുചേലനും തമ്മിൽ വ്യത്യാസമില്ല. ഒരേ ബ്രഹ്മം രണ്ടവസ്ഥയിലിരിക്കണമെന്ന് മാത്രം. ഭഗവാൻ പറഞ്ഞില്ലേ, ഉദ്ധവ, ഈ കാണുന്ന കയറ് പാമ്പാണെന്ന് തോന്നും. വേദാന്തം പറയും കയറാണ് പാമ്പല്ല എന്ന് പറയും. ഞാൻ പറയണു ഇത് പാമ്പുമല്ല കയറുമല്ല, ഞാൻ മാത്രമാണ്. അപ്പോൾ കുചേലനും കൃഷ്ണനും ബ്രഹ്മവസ്തു മാത്രമാണ്, ബ്രഹ്മം മാത്രമാണ്. രണ്ട് കൃഷ്ണന്മാർ. ഒരാൾ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു, ഒരാൾ രാജചിഹ്നങ്ങളോട് കൂടിയിട്ട് മയിൽപീലിയൊക്കെ അണിഞ്ഞിട്ട് ജഗന്മോഹന രൂപമായിട്ടിരിക്കുന്നു. ഇത്രേ വ്യത്യാസമുള്ളൂ. കൃഷ്ണൻ കൃഷ്ണനെ കാണാൻ വന്നിരിക്കുന്നു, കൃഷ്ണൻ കൃഷ്ണനെ കണ്ട് പിരിഞ്ഞു പോകണു, കൃഷ്ണൻ കൃഷ്ണന് വേണ്ടത് ചെയ്തു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളൊക്കെ തന്നെ ഒരിക്കലും ഞാൻ പല സ്ഥലത്ത് പറയാറുള്ളതാണ്, ഗുരുവായൂരപ്പൻ കഥ കേൾക്കണു, ഗുരുവായൂരപ്പൻ്റെ കഥയാണ് പറയണേ, ഗുരുവായൂരപ്പൻ പറയിപ്പിക്കണം. ഇതിലല്ലാണ്ട് വേറെ ഒന്നും പെടിയില്ല. ഈ രൂപത്തിൽ പോലും കുടുങ്ങരുതെന്നുള്ളത് കൊണ്ടാണ് അവസാനം ഉദ്ധവനെ ബദരിക്ക് പറഞ്ഞയക്കണത്. ഈ ബോധം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നീ വിടിരുന്നാൽ എൻ്റെ രൂപത്തിൽ കുടുങ്ങിയിരിക്കും. നമുക്കൊക്കെ ഉണ്ട് ഫേവറേറ്റ് വിഗ്രഹം, ഫേവറേറ്റ് പടം. ഇതിനെങ്ങാനും ഒരു പൊട്ടൽ വന്നാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. ജോത്സ്യൻ്റെ അടുത്ത് പോയി, അവിടെ പോയി, ഇവിടെ പോയി, ആകെ പ്രശ്നം. പിന്നെ അതിന് 100 പരിഹാരം. ഇതൊക്കെ സംഭവിക്കും അല്ലേ? കാരണം നമ്മൾ അറ്റാച്ച്ഡാണ്. അവിടെ നമുക്ക് രാഗമുണ്ട്, വിഗ്രഹം ഇങ്ങനെ ഇരിക്കണമെന്ന്. അതും കളയണമെന്നാണ് ഭഗവാൻ പറയണത്. ആധ്യാത്മികതയിൽ വരുന്ന രാഗമാണ് ഏറ്റവും അപകടവും. അതിൽ വരുന്ന അഹങ്കാരമാണ് ഏറ്റവും നശിപ്പിക്കുക. അതിൽ വരുന്ന ഈഗോ ആണ് ഏറ്റവും തൊലയ്ക്കുക. കാരണം വേറൊരു സംഭവമുണ്ട്. ഈഗോ എന്ന് പറഞ്ഞാൽ അഹങ്കാരം മാത്രമല്ല, വലിയ ഞാനൊരു സംഭവമാണെന്ന് മാത്രമല്ല, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്കൊന്നും പറ്റില്ല, എനിക്കൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇതും ഈഗോ ആണ്. ഇങ്ങനെ മനസ്സിനെ നന്നാക്കി മനസ്സിലാക്കിയ ആളായിരുന്നു ഭഗവാൻ. അതുകൊണ്ടാണല്ലോ അർജുനോട് ചോദിച്ചത് കാർപ്പണ്യദോഷാപഹൃത സ്വഭാവ. എന്തീ കാർപ്പണ്യദോഷം? നമ്മൾ വലിയ തത്വജ്ഞാനമൊക്കെ പറയുകയും ചെയ്യും, എന്നിട്ട് ഒന്നും ചെയ്യൂല. കൃപണത. ശ്രീരാമനിലും ഉണ്ടായിരുന്നു ഇതേ പ്രശ്നം. കാരണം നരാംശം കൂടിയ അവതാരങ്ങളാണ് അതൊക്കെ. ശ്രീരാമനിൽ നരാംശം, രണ്ടുപേരും ഒന്നിച്ചാണെങ്കിലും നരാംശം വർദ്ധിച്ചിട്ടാണ്. ഇവിടെ വെവ്വേറെയായിരുന്നു. ക്ലീനായിട്ട് പരമാത്മാവ് ഇപ്പുറത്തേക്കും നരൻ വേറെയായിട്ടിരുന്നുകൊണ്ട് ഈ നെഗറ്റീവൊക്കെ കിടന്നത് അർജുനല്ല. അപ്പോൾ ഈ കൃപണത എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ഭഗവാൻ തൻ്റെ സാന്നിധ്യമാത്രം കൊണ്ട് ഇല്ലാണ്ടാക്കി കളയും. സാന്നിധ്യമാത്രം കൊണ്ട്. ആ സാന്നിധ്യമാത്രം കൊണ്ട് ഇല്ലാണ്ടാക്കി കളയുമ്പോൾ നമുക്ക് എന്തും സുസാധ്യമായിട്ട് തീരും. അനന്ത സാധ്യതകളാണ് പിന്നെ ജീവിതത്തിന്. അത് ഭൗതികത്തിലാണെങ്കിലും ആധ്യാത്മികത്തിലും ആണെങ്കിലും അങ്ങനെ. ആധ്യാത്മികത്തിലെ അനന്തതയ്ക്ക് കയ്യും കണക്കും നമുക്ക് പറയാൻ സാധിക്കില്ല. ഭഗവാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ദരിദ്രനായി കിടന്ന ഒരുത്തൻ്റെ ജീവിതം മാറ്റിമറിച്ച് അവനെ സ്വർണ്ണക്കോട്ട കോത്തളങ്ങളുടെ അകത്ത് ജീവിക്കണവനാക്കി മാറ്റി എന്ന് പറയുന്നത് ഈ അനന്തതയുടെ സൂചനയാണ്. അത് മാഗ്നിഫിസൻസ് ഓഫ് ഹിസ് ഗ്രേസ്. ഭഗവാന്റെ അനുഗ്രഹശക്തിയുടെ മഹത്വം എന്ന് പറയാം. അത് നമ്മൾ പറയുന്ന ഗ്രേറ്റ്നെസ് എന്നുള്ള അർത്ഥത്തില്ല, മാഗ്നിഫിസൻസാണ്, മഹനീയത, അതിൻ്റെ വലിപ്പം. അതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളത് പഠിപ്പിച്ചു തരണം. അങ്ങനെ സത്യം, ജ്ഞാനം, അനന്തം, ഈശ്വരനെ എങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നു ചോദിച്ചാൽ ഈ 3 വാക്കുകളെ കൊണ്ടാണെങ്കിൽ ആ 3 വാക്കുകളെയും പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള തെളിവുകൾ ഇട്ടു തരുന്നൊരു കഥയാണ് കുചേലോപാഖ്യാനം. 5ാമത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം വൈരാഗ്യം. എങ്ങനെ ജീവിതത്തിലെ ദുരിതങ്ങളുടെ ഇടയിലും ശീലിക്കാം. നോക്കൂ, കുചേലൻ്റെ കഥയിലെ വൈരാഗ്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ നിന്ന് എല്ലാം അപഹരിക്കും, എന്നിട്ട് ഞാൻ നിന്നെ എന്നിലേക്ക് അടുപ്പിക്കുന്ന പറയാറ്.
അങ്ങനെ കിട്ടുന്ന വൈരാഗ്യത്തിനെയാണ് കുചേല കഥയിൽ പറയുന്നത്. വേറെ ചില ഇടങ്ങളിൽ സമ്പത്തിൻ്റെ നടുക്കിരുത്തിയിട്ട് വൈരാഗ്യം ശീലിപ്പിക്കുന്ന കഥകളുണ്ട്. ഭാഗവതത്തിൽ നമുക്കതധികം കാണാൻ സാധിക്കില്ല. ചാൻസുകൾ കൊടുക്കുന്നുണ്ട് ചിലർക്ക്. ചിത്രകേതുവിൻ്റെ കഥയൊക്കെ അങ്ങനെയാണ്. വൈരാഗ്യം ശീലിക്കാനുള്ള ചാൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ പുള്ളിക്ക് അത് വേണ്ട. അതുകൊണ്ട് അദ്ദേഹം കുഞ്ഞ് ജനിക്കുന്നതും പിന്നെ കുഞ്ഞ് മരിക്കുന്നതും ഈ പ്രശ്നങ്ങളൊക്കെ കടന്നു പോകുന്നു. വാസ്തവത്തിൽ ദാരിദ്ര്യത്തിലിരുന്ന് വൈരാഗ്യം ശീലിക്കണേക്കാട്ടിലും കഷ്ടമാണ് സമ്പന്നതയിലിരുന്ന് വൈരാഗ്യം ശീലിക്കണത്. അങ്ങനെയുള്ളവരും ഈ നാട്ടിലുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചിലരെ ഞാൻ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇട്ടുമൂടാനുള്ള സമ്പത്തായിരിക്കും അവർക്ക്, പക്ഷേ അത് അവരെ തൊട്ട് തീണ്ടുന്നില്ല, അവരുടെ അന്തരാത്മാവിനെ പോലും ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാനിൽ ഉറച്ചു നിൽക്കുന്നവർ മഹാഭാഗ്യവാന്മാർ, അങ്ങനെയുള്ളവർ. അപ്പം കുചേലന് ആദ്യം കൊടുക്കുന്നത് വൈരാഗ്യത്തിനെ എങ്ങനെ ദാരിദ്ര്യം ദുരിതവും അനുഭവിച്ചിട്ട് പഠിക്കണം എന്നുള്ളതിനുള്ള പാഠം പഠിപ്പിക്കണം. അത് അത്രയും വർഷത്തെ ജീവിതത്തിൽ ഭഗവാൻ കൂടെയില്ല. അപ്പോൾ രൂപം കൊണ്ട് കൂടെയില്ല. കാണുന്ന നിമിഷം സമ്പത്ത് കൊടുക്കണു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് സമ്പത്തിലിരുന്നു കൊണ്ട് വൈരാഗ്യം പഠിക്കേണ്ട വിദ്യകളാണ്. അത് ഭാഗവതം ചർച്ച ചെയ്യുന്നില്ല, അത് നമുക്ക് വിട്ടുതരിക. എന്താണെങ്കിലും കുചേലൻ മതി മറന്നിട്ടില്ല സമ്പത്തിൽ. ഇതേ വൈരാഗ്യ ബുദ്ധിയോടുകൂടി അവസാനം ഭഗവാനിൽ ലയിച്ചു തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ധനമില്ലാത്ത കാലത്തും ധനമുണ്ടായപ്പോഴും ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന സ്വത്തിൻ്റെ മുകളിലൊരു സ്വത്ത് അതിനുണ്ടായിട്ടില്ല ആ ഹൃദയത്തിൽ. അത് ഉറപ്പാണ്. ഭൗതിക സ്വത്തുക്കൾ വരും പോകും. അത് നമ്മുടെ ആശ്രമങ്ങൾക്കനുസരിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുണ്ട്. ബാല്യകാലത്തൊരാവശ്യം, ഗാർഹസ്ഥ്യത്തിൽ എത്തുമ്പോൾ വേറൊരാവശ്യം, വാനപ്രസ്ഥകാലത്ത് വേറൊരാവശ്യം. ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ജീവിതക്രമത്തിനെ ചിട്ടപ്പെടുത്തിയതാണ് നമ്മുടെ ആശ്രമധർമ്മങ്ങളൊക്കെ. അത് ഇംഗ്ലീഷിൽ ഇപ്പോൾ സായിപ്പ് പറഞ്ഞാലും മനസ്സിലാവുള്ളൂ. അതിനുണ്ട് മാസ്ലോസ് പിരമിഡ് ഓഫ് നീഡ്സ് എന്ന് പറയും. അതൊരു ലോ ആണ്. മാസ്ലോ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ജീവിതക്രമങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ട് പോകേണ്ടതുണ്ട്. ഒരു ഘട്ടം വൃത്തിയായിട്ട് പൂർത്തിയാക്കാണ്ട് അടുത്ത ഘട്ടത്തിൽ പോയാൽ കുഴപ്പമാവുമെന്ന് സായിപ്പ് പറയണു. ഇതാണ് പണ്ടേ പറഞ്ഞത്. ബ്രഹ്മചര്യം വൃത്തിയായിട്ട് അനുഷ്ഠിക്കുക, അതിനുശേഷം ഗാർഹസ്ഥ്യം ഭംഗിയായിട്ട് അനുഷ്ഠിക്കുക, അതിനുശേഷം സന്യാസത്തിൽ പറ്റുകയാണെങ്കിൽ പോവുക, അല്ല വാനപ്രസ്ഥത്തിൽ പോവുക, അതിന് ശേഷം സന്യാസത്തിൽ പോവുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ ബ്രഹ്മചാരി സന്യാസയുടെ സ്വഭാവം കാണിക്കും, ബ്രഹ്മചാരി ഗൃഹസ്ഥൻ്റെ സ്വഭാവം കാണിക്കും, ഗൃഹസ്ഥൻ ബ്രഹ്മചാരിയുടെ സ്വഭാവം കാണിക്കും, ഗൃഹസ്ഥൻ സന്യാസയുടെ സ്വഭാവം കാണിക്കും. ഞാൻ തന്നെ ഒരു കഥ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അച്ഛനുണ്ടായിരുന്നു പാലക്കാട്. അദ്ദേഹം പെട്ടെന്നൊരു ദിവസം നന്നായിട്ടിരുന്നൊരു മനുഷ്യനാണ്. വീട്ടിൻ്റെ പുറത്ത് മുറ്റത്ത് കുടിൽ കെട്ടിയിട്ട് ഇന്ന് മുതൽക്ക് ഞാൻ ഇവിടെയാണ് വത്സേ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി ഭാര്യയെ. അങ്ങനെയായി. എന്നിട്ട് ഞങ്ങളവിടെ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ആ അമ്മ പറയും, സന്യാസി മഹർഷിക്കുള്ള ചായ കൊണ്ട് വീണ് എന്നിട്ട് പോകണ്ടാവും കുടിലേക്ക്. മൂപ്പര് അതൊന്നും നിർത്തിയിട്ടില്ല. 3 നേരം ഭക്ഷണം, ചായ കൂടി ഒക്കെയുണ്ട്. പക്ഷെ താമസം കുടില്, കാഷായ വസ്ത്രം, സന്യാസി. അപ്പം ഇങ്ങനെ കലർപ്പുള്ള ആൾക്കാരെ ഗുരുവായൂരപ്പനെ പോലെ കളിയാക്കിയിട്ടുള്ള ഒരു ഗുരുനാഥനോ ദേവതാ ചൈതന്യമോ വേറെ കാണില്ല. 7 വയസ്സിൽ തുടങ്ങിയതാണ്. ആ ഗോവർദ്ധനത്തിൻ്റെ സമയത്ത് തുടങ്ങിയതാണ് മൂപ്പര് കളിയാക്കാൻ. അന്ന് തൊട്ട് കളിയാക്കിയിടും. ഭഗവത്ഗീത 2-ാമത്തെ അധ്യായം എടുത്താൽ കളിയാക്കി കൊല്ലാണ് അതിൻ്റെ അവസാനത്തിൽ. സന്യാസിയോഗം 5-ാമത്തെ അധ്യായവും 6-ാമത്തെ അധ്യായമൊക്കെ എത്തുമ്പോൾ അതിന് മൂർച്ച കൂട്ടി കൊണ്ടിരുന്നു. എന്താണ് സന്യാസം, എന്താണ് സന്യാസം, എന്താണ് സന്യാസം എന്ന് അടിച്ചടിച്ച് പഠിപ്പിക്കുന്നു. പക്ഷെ നമുക്കിപ്പോഴും ഇത് തലയ്ക്ക് കയറിയിട്ടില്ല. നമുക്ക് ഇപ്പോഴും ഇത് തലയ്ക്ക് കയറിയിട്ടില്ല. അപ്പം 2 തരത്തിലുള്ള വൈരാഗ്യം കുചേലൻ്റെ കഥയെ കാണാം. നമ്മൾ പറയും എല്ലാം നഷ്ടപ്പെടുമ്പോൾ ദാരിദ്ര്യം ഉണ്ടെങ്കിലേ വൈരാഗ്യം വരുള്ളൂ. അല്ല, സമ്പത്ത് വരുമ്പോഴും വൈരാഗ്യം വരണം. പക്ഷേ സമ്പത്ത് വന്നിട്ടുള്ള വൈരാഗ്യത്തിൻ്റെ അഭ്യാസം ദാരിദ്ര്യം വന്നിട്ടുള്ള വൈരാഗ്യത്തിൻ്റെ അഭ്യാസത്തിനെക്കാട്ടിലും കഷ്ടമാണ്. പ്രത്യേകിച്ച് ദാരിദ്ര്യത്തിൻ്റെ കാലം കഴിഞ്ഞിട്ട് സമ്പത്ത് വരുമ്പോൾ മതിമറന്നു പോകും. നമുക്ക് സ്വയം നമ്മൾ ഈശ്വരനാണെന്നൊക്കെ തോന്നാൻ തുടങ്ങും. നമ്മളെ ദൈവമാണ് എന്ന് തോന്നാൻ തുടങ്ങിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരാൾ വന്ന് നമ്മളെ നമസ്കരിക്കുക, നമ്മുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുക, അതൊക്കെ ഒരു കിക്ക് വരാൻ തുടങ്ങിയാൽ അവിടെ അവസാനിച്ചു. അപ്പോൾ വൈരാഗ്യം എന്നുള്ളത് ഭക്തിയുടെ നിരന്തരാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. അതിന് സമ്പത്തുണ്ടോ സമ്പത്തില്ലയോ ഇതൊന്നും വിഷയമല്ല. ഇതിന് അവശ്യം വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് ഘട്ടത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാം. ഭഗവാന് സമർപ്പിച്ച് ജീവിക്കുക എന്നുള്ള മാർഗ്ഗമേ ഉള്ളൂ. ദുരിതമാണോ, ദുരിതത്തെ ഭഗവാന് സമർപ്പിക്കുക. സന്തോഷമാണോ, അതും ഭഗവാന് സമർപ്പിക്കുക. ഒന്നും ഉള്ളിൽ വെക്കാതിരിക്കുക, പൊള്ളയായിട്ടിരിക്കുക. കുചേലൻ ശരിക്ക് പൊള്ളയായിട്ടുള്ള ആളാണ്.
ഞാൻ പല സ്ഥലത്തും മുമ്പ് കുചേലവ്യാഖ്യാനം പറയുമ്പോൾ ഞാൻ ഈ മുരിങ്ങൂർ ശങ്കരൻ പോറ്റിയുടെ വരികൾ എടുത്തിട്ട് പറയാറുണ്ട്. അജിതാഹരയിലെ വരികൾ, അജിതാഹര നല്ല സെൻസോട് കൂടിയിട്ട് എഴുതിയിട്ടുള്ളൊരു സ്തുതിയാണ്. കൃഷ്ണൻ്റെ യഥാർത്ഥ സ്വരൂപത്തിനെ എങ്ങനെ കാണുന്നു ഇദ്ദേഹം എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു ബോധം നമുക്കതിൽ നിന്ന് കിട്ടും. ഉദാഹരണത്തിന് അതിലൊരൊറ്റ വരി ഞാൻ പല സ്ഥലത്തും പറയാറുള്ളതാണ്. ആ വരി മാത്രം ഒന്ന് പറയാണ്ടിരിക്കണത് മോശമല്ലേ? ഇത്രയും മനോഹരമായിട്ടൊരു സ്തുതിയല്ലേ അജിതാഹരേ ജയ മാധവ വിഷ്ണു എന്നുള്ളത്. നീലനീരത വർണ്ണ മൃദുല കമല രുചിര നയന നൃഹരേ എന്നാണ് വിളിച്ചത്. മനോഹരമായിട്ടുള്ള നീലത്താമര പോലുള്ള കണ്ണുകളുള്ളവനെ, മൃദുലകോമളങ്ങളായിട്ടുള്ള ശരീരം, ഭഗവാന്റെ എന്തൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് കൃഷ്ണനുണ്ടോ അതൊക്കെ പറഞ്ഞിട്ട് അവസാനം വിളിക്കുക അല്ലയോ നരസിംഹമേ എന്ന്. അപ്പം കൃഷ്ണൻ ആരാണ്, ഗുരുവായൂരപ്പൻ ശരിക്കും ആരാണെന്ന് ബോധ്യമുള്ള ഒരാൾ എഴുതിയതാണ് അത്. ഗുരുവായൂരപ്പൻ ശരിക്കും നരസിംഹമാണ്. ആ ഭാവത്തിന് ഇന്നും ഒരു മാറ്റം വന്നിട്ടില്ല. നമുക്ക് വേണ്ടി ശാന്തത കാണിക്കണു എന്ന് മാത്രം എന്നുള്ള ഒരു വാണിങ് അതിൻ്റെ അകത്ത് ശരിക്ക് കാണാൻ പറ്റും. ഭാഗവതത്തിൽ തന്നെ ചില സ്ഥലത്തൊക്കെ കാണാം. ശിശുപാലൻ കിടന്ന് ആ ചീത്ത വിളിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഗുഹയുടെ പുറത്ത് കുറുനരികൾ ഓളിയിടുമ്പോൾ എല്ലാം കേട്ടിട്ട് മിണ്ടാതെ കിടക്കണ സിംഹത്തിനെ പോലെ ഭഗവാൻ ഇരുന്നു എന്ന്. ആ ചീത്ത വിളി മുഴുവൻ അവിടെ സിംഹശബ്ദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഈ കാണുന്നതിലൊന്നും മയങ്ങരുത്, ഈ ചിരിയൊന്നും കണ്ടിട്ട് മയങ്ങരുത്, എളുപ്പം വിചാരിക്കരുത്, ഇവിടെ എന്തുമാകാം എന്ന് കരുതരുത്. ഇപ്പം ഒരു ചെറിയൊരു തമാശ പറയാം. ഇതെൻ്റെ അനുഭവത്തിലുണ്ടായതാണ്. സാറൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പണ്ട് ഞാൻ ഷൂട്ട് ചെയ്യണ കാലത്ത് ഞങ്ങൾ അവിടെ പരിചയമുള്ള ഒരാൾ, അമ്പലത്തിലെ ജീവനക്കാരൻ, ഞാനും അദ്ദേഹവും സംസാരിച്ചുകൊണ്ട് നിൽക്കുക. രാത്രി ഭഗവാൻ ശിവേലിക്ക് ഇറങ്ങിയിട്ടില്ല. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പരിചയത്തിലുള്ള ഒരു വ്യക്തി അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോണു. അയാളും ജീവനക്കാരനാണ്. അപ്പോൾ ഇപ്പോഴേക്കും ഇവിടെ എത്തിയോ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞാൽ എത്തി. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയുക, എൻ്റെ കൂടെ ഒന്ന് സംസാരിക്കുന്ന ആൾ, ശരത്തേട്ടൻ ഇയാളെ കണ്ടിരുന്നോ നേരത്തെ? കണ്ടിരുന്നു, ഞാൻ മമ്മിയൂർ വെച്ച് കണ്ടിരുന്നു. എവിടുന്നാണ് കണ്ട്? ഞാൻ പറഞ്ഞു ഉള്ളി ആ ഗോപുരത്തിൻ്റെ പുറത്ത് നിൽക്കണ്ടായിരുന്നു. എന്താ കയറാത്തതെന്ന് ഒറ്റ ചോദിച്ചോ? ഇല്ല, ഞാൻ ചോദിച്ചില്ല, ഞാൻ തൊഴുതിട്ട് ഇറങ്ങി, എനിക്ക് അദ്ദേഹത്തിന് അത്ര പരിചയം. എന്നാൽ ഞാൻ ചോദിച്ചു താനെന്താടോ മഹാദേവനെ തൊഴുന്നില്ലേ ചോദിച്ചു. ഇല്ല, ഞാനിന്ന് നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കയറണില്ല. ഇപ്പം ഇയാൾ ഇതിൻ്റെ അകത്തു കൂടെ പോണു. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂറായിട്ടില്ല, ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്തു കൂടെ പോവുക. ഞാനിപ്പോൾ വരാം, ഒന്ന് ചോദിച്ചിട്ട് വരട്ടെ, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിട്ട് അയാൾ പോയി. തിരിച്ചു വന്നപ്പോൾ പറയണേ, അങ്ങേര് പറഞ്ഞത്രേ, അത് മഹാദേവനാണ്, സൂക്ഷിക്കണം, ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല പറഞ്ഞു. ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല. നേരെ തിരിച്ചാണ് ഏറ്റവും കുഴപ്പം. ശ്രദ്ധിക്കേണ്ട സ്ഥലം അല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ അങ്ങനെ ആവാന്നല്ല, ഏറ്റവും ഇവിടെ ക്ഷമിക്കുകയും അവിടെ ചിരിക്കും, പക്ഷെ അതവിടെ കണക്കിലുണ്ടാവും. ഈ കണക്കിലുണ്ടാവുക എന്നുള്ളത് ഈ കഥയുടെ അകത്ത് കറക്റ്റായിട്ട് കാണാം. കഥ മാത്രമായിട്ട് നമ്മൾ കുചേലവ്യാഖ്യാനം എടുത്താൽ എല്ലാം ഭഗവാൻ വരവ് വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് നമുക്കവിടെ കാണും. ഭക്തി കൂടെ മാത്രം മോക്ഷം, ജ്ഞാനവൈരാഗ്യയുക്തമായിട്ടുള്ള സഹിതമായിട്ടുള്ള ഭക്തി കൂടെ മാത്രം, പക്വമായ ഭക്തിയിലാണ്, സമ്പൂർണ്ണ സമർപ്പണത്തിൽ ആത്മനിവേദനം നടക്കുമ്പോഴാണ് മോക്ഷം സംഭവിക്കുക എന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ അനവധി ഉദാഹരണങ്ങളും അതിന് ഉപോത്ബലകമാണ്. അതായത് ഏത് പരിതസ്ഥിതിയിലും കുചേലൻ്റെ മനസ്സ് മാറിയിട്ടില്ല. കുചേലൻ്റെ ഹൃദയം സദാ ഭഗവാനിൽ ഉറച്ചു നിന്നു. ഭഗവാൻ ദ്വാരകാധീശനായിട്ട് ഇരിക്കുന്നു, ഒന്ന് പോയി കാണാം എന്നുള്ളത് ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ല. അയാൾ എല്ലാറ്റിലും പ്രഹ്ലാദനെ പോലെ തൂണിലും തുരുമ്പിലും ഭഗവാനെ കാണുന്ന ആളായിരിക്കും. പക്ഷെ ഗാർഹസ്ഥ്യത്തിലിരിക്കുന്ന ദ്വന്ദ്വഭാവം വിടാത്ത ഭാര്യയാണ് അതിന് നിമിത്തമായിട്ട് തീരണത്. അപ്പം ഭാര്യയുടെ ഭക്തിക്ക് ഒരു വിധത്തിലുള്ള അനുഗ്രഹം, ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരാൾക്ക് ആ സാമീപ്യം കൊടുത്ത് നമ്മൾ സ്വരൂപ സമാധി, എന്താണ് സാലോക്യ സമാധി എന്നൊക്കെ പറയില്ലേ, അല്ല സാലോക്യ മുക്തി എന്നൊക്കെ. അതുപോലെ അതിൻ്റെയൊക്കെ ഭാഗ്യമായിട്ട് വരണം ഈ സാലോക്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സാമീപ്യം. ഇതൊക്കെ ഓരോ ഘട്ടങ്ങളാണ് ഭക്തന്മാർക്ക്. ശരീരം പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം ഇരിക്കണ കാലത്ത് തന്നെ കുചേലന് ഭഗവാൻ അത് കൊടുത്ത് അനുഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെ പുറമെ രണ്ടുപേരുടെയും സംഭാഷണം അതൊന്ന് പഠിക്കാൻ കുറേയുണ്ട്.
രണ്ടു പേരുടെയും കണ്ണ് നിറഞ്ഞപ്പോഴാണ് തുളുമ്പണത്. കണ്ടുമുട്ടുന്നതിൻ്റെ ആനന്ദാശ്രുക്കളൊക്കെ വേറെ. നമ്മളെപ്പോഴും നമ്മൾക്ക് കോമൺ ആയിട്ട് സ്നേഹമുള്ള ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കണ്ണ് നിറയും. രണ്ടുപേരുടെയും കണ്ണ് നിറയണത് ആ സാന്ദീപനി മഹർഷിയെക്കുറിച്ച് പറയുമ്പോഴാണ്. ആ ഗുരുനാഥൻ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും തൊണ്ടയിടറിയിട്ട് കയ്യും പിടിച്ചിട്ട് ഇരിക്കുക. കാരണം അവിടുന്ന് കിട്ടിയ ബന്ധമാണ്. ഇരുട്ടകറ്റി വെളിച്ചം തെളിച്ചു കൊടുക്കേണ്ട അവിടെയാണ്, തൊടുക്കുന്നവൻ്റെ അവിടെയാണ് ജീവവും ബ്രഹ്മവും ഐക്യപ്പെടുക. അതുകൊണ്ട് ഗുരുവിൻ്റെ സ്ഥാനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ഈ കഥയിൽ. ശരിക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ മാത്രമല്ല, റിമെമ്പറിങ് ഗുരൂസ് കൂടിയാണ് കുചേലദിനം. ഗുരുക്കന്മാരെ ഓർക്കാനുള്ള ദിവസം കൂടി ആവണം ശരിക്കും കുചേലദിനം. സുഹൃത്തുക്കളുടെ മാത്രം കഥയല്ല. കാരണം ആ മഹാത്മാവായിട്ടുള്ള ഗുരുവാണ് ഈ രണ്ട് സതീർത്ഥ്യർക്ക് ഇത്ര ബോണ്ടിങ് ഉണ്ടാവാനുള്ള റീസൺ. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭക്തൻ എന്താണെന്നറിയാം. പക്ഷേ സുദാമാവ് എന്ന് പറഞ്ഞ ഭക്തന് ഭഗവാനെ ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും സാക്ഷാത്കരിക്കാനും സാധിച്ചത് ആ വിദ്യാഭ്യാസം കൊണ്ടാണ്. അവിടെ നിന്നാണ് അത് കിട്ടുന്നത്. മാത്രമല്ല ഭഗവാൻ തന്നെ ലോകഗുരുവാണ്. ഒരു ഗുരുവിൻ്റെ അവിടെ നിന്ന് പിരിഞ്ഞവർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ രണ്ട് സതീർത്ഥരായിരുന്നവരിൽ ഒരാൾ ഗുരു, വേറൊരാൾ ശിഷ്യനെയും പോലെയാണ്. ഇനി ഭഗവാൻ കുചേലൻ്റെ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. പ്രഹ്ലാദൻ്റെ നിന്ന് പഠിച്ചു എന്നാണല്ലോ. സ്വന്തം അച്ഛൻ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭീകര കൊടിയ പീഡനങ്ങൾ നടത്തുമ്പോൾ ഈ കുട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഹ്ലാദൻ എന്ന പേര് തന്നെ. ഞാൻ പണ്ട് ഇവിടെ നരസിംഹദത്തം പറയുമ്പോൾ ഗുരുവായൂർ പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ അത് ആ സമയത്ത് ഗുരുവായൂരപ്പൻ നാക്കിലിട്ട് എന്നാണ്. ഗുരുവായൂരപ്പൻ ആലോചിച്ചു അത്രേ നരസിംഹമായിട്ട്, ഞാൻ പോലും ഈ പീഡനങ്ങൾ കണ്ടിട്ട് ഇത്ര ക്രുദ്ധമായിട്ടുള്ളൊരു രൂപം എടുത്തു, കഷ്ടം. പക്ഷെ ഇത് അനുഭവിച്ചവൻ ചിരിച്ചുകൊണ്ടിരിക്കണം. ഇവനെപ്പോലെ ചിരിച്ചുകൊണ്ടൊരു ജന്മം എനിക്ക് എന്തെങ്കിലും വേണം എന്ന് ആഗ്രഹിച്ചിട്ട് കൃഷ്ണനായിട്ട് ജനിച്ചു. കാരണം ഓഷോ പറഞ്ഞ പോലെ കൃഷ്ണ ഈസ് ദ ഓൺലി ഡാൻസിങ് ഐലൻഡ് ഓഫ് ലോഫ്റ്റർ ഇൻ എ വാസ്റ്റ് ഓഷൻ ഓഫ് സോറോ എന്ന് പറയും. ദുഃഖത്തിൻ്റെ വലിയൊരു കടലിൽ നൃത്തം ചെയ്യുന്ന ചിരിയുടെ ദ്വീപാണ് കൃഷ്ണൻ. സത്യമാണ്. ജീവിതം മുഴുവൻ അങ്ങനെയാണല്ലോ ഭഗവാന്റെ. സത്യസന്ധമായി നോക്കിയാൽ കുചേലിനെക്കാട്ടിലും ദുരിതം കൃഷ്ണ അനുഭവിച്ചിട്ടുണ്ട്. കുചേലിനെ ആരും ചെറുപ്പത്തിൽ കൊല്ലാനിട്ട് ഓടിച്ചിട്ടില്ല. കുചേലിൽ നിൽക്കേണ്ട അസുരന്മാരെ ഒന്നും കൊല്ലേണ്ടി വന്നിട്ടില്ല. സ്വന്തം അമ്മാവനെ കൊല്ലേണ്ടി വന്നിട്ടില്ല. അല്ലേ? സ്നേഹിച്ച് വളർത്തിയ അച്ഛനമ്മമാരെ വിട്ടിട്ട് പ്രസവിച്ചു എന്നുള്ള കാരണം കൊണ്ടുള്ള വംശത്തിൻ്റെ ആവശ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അച്ഛന്മാരുടെ അടുത്തേക്ക് വരേണ്ടി വന്നിട്ടില്ല. എന്നിട്ട് അവരാണെങ്കിൽ ആളിക്കൂല്ല. അവർ രക്ഷകനായിട്ടും ദൈവമായിട്ടാണ് കാണുന്നത്. അച്ഛൻ്റെ അമ്മയുടെ എന്നുള്ള വാത്സല്യം കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് പോവുകയും ചെയ്തു. പുതിയ സ്ഥലത്ത് അതൊട്ട് കിട്ടിയതുമില്ല. ദേവകി തന്നെ നമസ്കരിക്കുകയല്ലേ ദേവകി ചെയ്യണത് ഭഗവാനെ. ദേവകിക്ക് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ തോന്നുന്നില്ല. രക്ഷകനായിട്ടാണ് കാണുന്നത്. അമ്മ എന്ന് വിളിച്ചാലും അമ്മ മകനെ എന്ന് പറഞ്ഞിട്ടല്ല വിളിക്കണേ, ഭഗവാനെ എന്നാണ് വിളിക്കണേ. അപ്പോൾ ഭഗവാന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക, എത്ര സങ്കടമാണെന്ന്. ഒരാട്ടക്കഥ തന്നെയുണ്ട്. ദേവകിക്ക് മാതൃസ്നേഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യശോദ അമ്പാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കുറച്ചു കാലം ദേവകിയുടെ ഒപ്പം താമസിപ്പിച്ചതായിട്ടൊരു സാങ്കല്പിക കഥയാണ്. ലീലകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയെങ്കിലും മകൻ എന്ന ഭാവന, ദേവകിക്ക് മകൻ എന്നുള്ള ഭാവം മുഴുവൻ ഈ ബാക്കി മരിച്ചുപോയ 6 പേരോടാണ്. കൃഷ്ണന് മുല കൊടുത്തതായിട്ട് എവിടെയും കേൾക്കില്ല. നേരെ മറിച്ച് 6 പിള്ളേരെ കണ്ട ഉടനെ മുല ചൊരുന്നു ആ പ്രായത്തിലും. ഭഗവാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നിർഭാഗ്യവാനാണ് ആ കാര്യത്തിൽ നോക്കിയാൽ. നമുക്ക് ഭഗവാനെ ഒരു മനുഷ്യനായിട്ട് കണ്ടാട്ടല്ലോ. അദ്ദേഹം ധർമ്മം നിലനിർത്താൻ വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളുടെ വ്യാപ്തി അത്രമാത്രമാണ്. ആ കൗരവസഭയിൽ ചെന്നിട്ടുള്ള ദൂതിൻ്റെ സമയത്ത് ഭാരതത്തിലൊരു പ്രസംഗമുണ്ട്. നമ്മൾ വിശ്വരൂപം കാണിച്ചു എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. മൂലഭാരതത്തിൽ എവിടെയും ഭഗവാൻ വിശ്വരൂപമൊന്നും കാണിക്കുന്നില്ല. ദുര്യോധനം ബോധം കെട്ടും വീഴുന്നില്ല. മനോഹരമായിട്ടൊരു പ്രസംഗമുണ്ട് കൃഷ്ണൻ്റെ. ആ പ്രസംഗത്തിൽ ഭഗവാൻ പറയുക, ധൃതരാഷ്ട്രരെ, അങ്ങേക്ക് മാംസക്കണ്ണേ കാണാണ്ടായിട്ടുള്ളൂ പുത്രസ്നേഹം കൊണ്ട്. അങ്ങനെയാണ് പറയണത്. നോക്കൂ, എൻ്റെ ഗതികേട് വരരുത്. എന്നിട്ട് തൻ്റെ ഉദാഹരണം പറഞ്ഞു, ധർമ്മം നിലനിർത്താൻ വേണ്ടി സ്വന്തം അമ്മാവനെ കൊല്ലേണ്ടി വന്നവനാണ് ഞാൻ എന്ന് വിഷമത്തോടെ പറയണു. അപ്പോൾ ഭഗവാൻ ആഗ്രഹിച്ചിട്ടല്ല, അതിനൊരു കാരണമുണ്ട്. കൃഷ്ണൻ അവതരിച്ച കൃഷ്ണാവതാരത്തിൻ്റെ ഒരു തത്വം പറഞ്ഞ കാലത്ത് ഞാൻ പറഞ്ഞ യാദവന്മാരുടെ റിപ്പബ്ലിക്കൻ സിസ്റ്റങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭരണക്രമങ്ങളെ. അതിനെ മറികടക്കാൻ കംസൻ ശ്രമിക്കുന്ന സമയത്താണ് കംസൻ്റെ വധം നടക്കുന്നത്. ഒരു ഭരണാധികാരി ജനാധിപത്യ വ്യവസ്ഥയിൽ, ജനായത്ത വ്യവസ്ഥയിലുള്ളൊരു ഭരണക്രമത്തിൽ ആ ഭരണാധികാരി ഏകാധിപതിയുടെ സ്വഭാവങ്ങൾ കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ആൾ വധിക്കപ്പെടും.
കംസൻ്റെ വധം കൃത്യമായിട്ടും ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് വധമാണ്. അതിൻ്റെ സമാധി ഭാഷയിലുള്ള അർത്ഥങ്ങൾ വേറെ, അത് വേറെ വിഷയം. ഭഗവാൻ ഒരു ചരിത്രപുരുഷൻ കൂടിയാണല്ലോ. അതേ ഭഗവാൻ പരീക്ഷത്തിനെ ജീവിപ്പിക്കുന്ന സമയത്തും ഭാരതത്തിൽ, മഹാഭാരതത്തിൽ, ഭാഗവതത്തിൽ ഗർഭത്തിൽ രക്ഷിക്കുകയാണ്. പക്ഷെ മഹാഭാരതത്തിൽ ചത്ത കുട്ടിയെടുത്തിട്ട് സഭയെ കൊണ്ടുവന്ന് കിടത്തുകയാണ് ദ്രൗപദി. ഇതാണോ യുധിഷ്ഠിരൻ്റെ വംശം? ഇതാണോ പാണ്ഡവരുടെ വംശം? ഇതിനാണോ യുദ്ധം ചെയ്തത് ചോദിക്കും. ഇവിടെ ഇരിക്കുന്ന ആർക്കും ജീവിപ്പിക്കാൻ സാധിക്കില്ലേ? സപ്തഋഷികൾ പറയും, അഖണ്ഡ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ടുള്ള ഒരുത്തൻ തൊട്ടാൽ ഈ കുട്ടി ജീവിക്കുന്നു പറയും. അപ്പോൾ സഖേ എന്ന് പറഞ്ഞിട്ട് ദ്രൗപദി ഭഗവാനെ വിളിക്കണ്. എല്ലാവരും അത്ഭുതപ്പെടും. പക്ഷെ ഋഷികൾക്കറിയാം ഇതാണ് അഖണ്ഡ ബ്രഹ്മചാരി എന്ന്. ആ ഭഗവാൻ വന്നാൽ കുട്ടിയെ തൊടുകയല്ല ചെയ്യണം. ആ തൊടുന്നതിന് മുമ്പ് ഭഗവാൻ ഒരു വാചകം പറയും. വ്യാസൻ വളരെ പ്രധാനമായിട്ട് ആ മഹർഷി അത് എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ അമ്മാവനെ വധിച്ചത് ധർമ്മത്തിന് വേണ്ടിയാണെങ്കിൽ, ഇക്കണ്ട ശത്രുക്കളെ മുഴുവൻ വധിച്ചത് ധർമ്മത്തിന് വേണ്ടിയാണെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഈ കുഞ്ഞ് ജീവിക്കട്ടെ എന്നാണ് പറഞ്ഞു. ഇതിലും കവിഞ്ഞ് വലിയൊരു സന്യാസിയും യോഗിയെ എവിടെ കാണാൻ സാധിക്കും? നമ്മുടെ ഗുരുവായൂരപ്പനെ അല്ലാണ്ടേ. ആ ഭഗവാൻ ഒന്നും വേണ്ട, ആ ഒന്നും വേണ്ടാത്ത ഭഗവാനാണ് ഉള്ളതും കൂടെ ഇല്ലാണ്ടാക്കാൻ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും വേണ്ടാത്ത ഗുരുവായൂരപ്പനാണ് ഉള്ളത് പോലും ഇല്ലാതാക്കി തീർക്കാനുള്ള നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, കുചേലൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തുണ്ട് ഇല്ല എന്നുള്ളതെന്നല്ല, ആ ഭഗവാനെ സ്വത്തായിട്ട് കിട്ടിയാൽ അതിൽ കവിഞ്ഞ് വേറെ ഒന്നും കിട്ടാനില്ല എന്നാണ് ആ കഥയിൽ പഠിപ്പിച്ചത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ നിഷ്ഠയോടുകൂടി നിൽക്കണം ഒരുത്തൻ്റെ ചുറ്റും ആര് നിന്നാലും അവരാഗ്രഹിച്ചാലും. കുചേലപത്നിയുടെ കഥ അതാണ്. അവൾ ആഗ്രഹിക്കുന്ന ജീവിതം ആഗ്രഹിച്ചതിലും എത്രയോ ഉപരിയായിട്ട് കൊടുത്തു. എന്നിട്ട് അതിനെ അവർ ദുർവിനിയോഗം ചെയ്തോ? ഇല്ല. ദാനധർമാദികൾ ചെയ്ത് ശിഷ്ടകാലം ഭഗവാനെ ഭജിച്ച് ഭാര്യ ഭക്തിമാർഗത്തിലും ഇദ്ദേഹം ഭക്തിയോടും ജ്ഞാനത്തോടും വൈരാഗ്യത്തോടും കൂടി കുചേലനും ജീവിതാവസാനം വരെ, ആ പ്രാരബ്ധ ശരീരം ഉപേക്ഷിക്കണ വരെ ഭജിച്ച് ഭഗവാങ്കൽ ലയിച്ചു എന്ന്. കൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിൽ അഥവാ വൈകുണ്ഠാരോഹണത്തിന് മുന്നേ കുചേലൻ ശരീരം വിട്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്താണെങ്കിലും രണ്ടുപേർക്ക് 80-85 വയസ്സുണ്ട് ആ കാലത്ത്, ഒരു സംശയമില്ല. ഭഗവാനെ പോലെ തന്നെ ദീർഘായുസ്സായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും കുറച്ചുകൂടെ വർഷങ്ങൾ ഇരുന്നിരിക്കാം. എന്താണെങ്കിലും ഇനി മുന്നോട്ട് കയറി ചിന്തിച്ചാലും ധർമ്മത്തിൽ നിന്ന് വിട്ടിട്ടും ബ്രഹ്മനിഷ്ഠയിൽ നിന്ന് വിട്ടിട്ടും ഒരു ജീവിതം ആ മഹാത്മാവിന് ഒരിക്കലും എന്താ പറയുക സംഭവിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം ഭഗവാനിൽ തന്നെ ഉറച്ചിരുന്ന ഒരാളായിരിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഭാഗവത വേദിയിൽ ഈ പൊന്നു ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, പെരുന്തട്ട മഹാദേവനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ എളിയ പ്രഭാഷണത്തിനെ സമർപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. പൊന്നു ഗുരുവായൂരപ്പ സർവേശ്വര മഹാദേവ ശംഭോ നാരായണ നാരായണ നാരായണ.